ഇന്നലെ ഇസ്രായേൽ പാർലമെന്റിൽ ചരിത്രത്തിൽ ഇടം നേടിയാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചത്. ഹമാസിന്റെ ഭീകരതയ്ക്കെതിരെ മോദി ആഞ്ഞടിച്ചു. മുംബൈ ഭീകരാക്രമണം ഓർമ്മിപ്പിച്ചായിരുന്നു. ഹമാസിലെ ഭീകരാക്രമണവും മുംബൈ ഭീകരാക്രമണവും കമ്പയർ ചെയ്തായിരുന്നു മോദിയുടെ പ്രസംഗം. ഇന്നും ചരിത്രപരമായ ഒരുപാട് ചർച്ചകൾ ഇസ്രായേലുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. ഇസ്രായേൽ പ്രധാനമന്ത്രിയെ മോദി കാണും, ചില കരാറുകൾ ഒപ്പിടും. ഇതടക്കം നിരവധി വാർത്തകളുണ്ട്. നമുക്കാദ്യം തലക്കെട്ടുകൾ നോക്കാം. ഇസ്രായേൽ പാർലമെന്റിൽ ഹമാസ് ഭീകരതയ്ക്കെതിരെ ആഞ്ഞടിച്ച് നരേന്ദ്രമോദി. മുംബൈ ആക്രമണത്തിൽ ഇന്ത്യയുടെ വേദനയും ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രി. ഭീകരവാദത്തിൽ ഇസ്രായേലിനൊപ്പം നിൽക്കുമെന്ന് ഉറപ്പ്. മോദിയുടെ ഇസ്രായേൽ സന്ദർശനം തുടരുന്നു. ഇന്ന് ബെഞ്ചമിൻ നെതന്യാഹുവുമായി ഉഭയകക്ഷി ചർച്ച. ഇൻസ്റ്റഗ്രാമിൽ 10 കോടി ഫോളോവേഴ്സ് പിന്നിടുന്ന ലോകത്തിലെ ആദ്യ നേതാവായി നരേന്ദ്രമോദി. ഡൊണാൾഡ് ട്രംപിനേക്കാൾ 4.32 കോടിയിലധികം ഫോളോവേഴ്സ്. മോർണിംഗ് കൺസൾട്ടന്റ് പുറത്തുവിട്ട കണക്ക് പ്രകാരം 67% റേറ്റിംഗുമായി ലോക നേതാക്കളിൽ മോദി ഒന്നാമത്. ലൈംഗിക കുറ്റവാളി ജെഫ്രി എപ്സ്റ്റീന്റെ പാരീസിലെ ആഡംബര ഫ്ളാറ്റിന്റെ ചിത്രങ്ങൾ പുറത്ത്. മുറിനിറയെ സെക്സ് ടോയ്സും നഗ്നരായ സ്ത്രീകളുടെ ചിത്രങ്ങളും. ചിത്രങ്ങൾ പുറത്തുവിട്ട് ഫ്രഞ്ച് പത്രമായ ലേ പാരീസിയൻ. തെന്നിന്ത്യൻ സിനിമാ ലോകം കാത്തിരുന്ന താരവിവാഹം ഇന്ന്. രശ്മിക മന്ദാനയും വിജയ് ദേവരക്കൊണ്ടയും വിവാഹിതരാകുന്നത് ഉദയപൂരിനടുത്തുള്ള ITC മെമന്റോസ് ആഡംബര റിസോർട്ടിൽ. വിവാഹം കർശന സുരക്ഷയിൽ. പങ്കെടുക്കുക 100ഓളം അതിഥികൾ മാത്രം. 2020 ഇന്ത്യക്ക് ഇന്ന് ജീവൻ മരണ പോരാട്ടം. സെമിയിൽ കടക്കണമെങ്കിൽ സിംബാബ്വെക്കെതിരെ വൻപൻ ജയം അനിവാര്യം. സഞ്ജു കളിച്ചേക്കും. ഇന്നത്തെ ദക്ഷിണാഫ്രിക്ക വെസ്റ്റ് ഇൻഡീസ് മത്സര ഫലവും ഇന്ത്യക്ക് നിർണായകം. സന്ദീപ് വാര്യർക്കെതിരെ ഗുരുതര ആരോപണവുമായി KT ജലീൽ. BJP നേതാക്കൾ പോലും പറയാത്ത രീതിയിലാണ് മുസ്ലിങ്ങൾക്കെതിരെ സന്ദീപ് വാര്യർ സംസാരിച്ചിരുന്നത്. മുസ്ലിങ്ങളോട് മാപ്പ് പറയണമെന്നും ജലീലിന്റെ പ്രതികരണം. സന്ദീപ് വാര്യർ തവനൂരിൽ മത്സരിച്ചേക്കുമെന്ന വാർത്തകൾക്കിടെ മന്ത്രി വീണ ജോർജിന് ഇന്ന് പരിയാരത്ത് വിദഗ്ധ പരിശോധന. സംഘർഷത്തിന് പിന്നാലെ സംസ്ഥാന വ്യാപക അക്രമം. KSU പ്രവർത്തകരും യൂത്ത് ലീഗ് പ്രവർത്തകരും റിമാൻഡിൽ. VD സതീശന്റെ പൊതുയുഗ യാത്ര ഇന്ന് ആലപ്പുഴയിൽ. ഇന്നലെ ഇസ്രായേൽ പാർലമെന്റിൽ കുറിച്ചത് ചരിത്രമാണ്. പ്രധാനമന്ത്രി അവിടെ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുന്നു. ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഇന്ത്യ ഇസ്രായേലിനൊപ്പം എന്ന് ഉറപ്പു നൽകുന്നു. ഒപ്പം അദ്ദേഹം പറഞ്ഞത് ഇസ്രായേൽ പാർലമെന്റിൽ സംസാരിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി മാറുന്ന പശ്ചാത്തലമുണ്ടാകുന്നു. 2023 ഒക്ടോബറിൽ ഏകദേശം 1200 പേർ കൊല്ലപ്പെട്ട ഹമാസ് ആക്രമണത്തെയും 175ഓളം ആളുകൾ മരിച്ച മുംബൈ ഭീകരാക്രമണത്തെയും പ്രധാനമന്ത്രി താരതമ്യം ചെയ്താണ് സംസാരിച്ചത്. ഞങ്ങൾ നിങ്ങളുടെ വേദന അനുഭവിക്കുന്നു, നിങ്ങളുടെ ദുഃഖത്തിൽ ഞങ്ങൾ പങ്കുചേരുന്നു. ഈ നിമിഷത്തിലും അതിനപ്പുറവും പൂർണ്ണ വിശ്വാസത്തോടെ ഇന്ത്യ ഇസ്രായേലിനൊപ്പം ഉറച്ചു നിൽക്കുന്നു എന്നുള്ള പ്രധാനമന്ത്രിയുടെ സംസാരത്തെ കരഘോഷങ്ങളോടെയാണ് സ്വീകരിച്ചത് ഇസ്രായേൽ പാർലമെന്റ്. ഒപ്പം മോദി തന്റെ സഹോദരനാണ് എന്ന് പ്രധാനമന്ത്രി പറയുകയും ചെയ്തു. മോദിയുടെ വാക്കുകളിലേക്ക്. Of the people of India, for every life lost and for every family whose world was shattered in the barbaric terrorist attack by Hamas on October 7. We feel your pain. We share your grief. India stands with Israel firmly, with full conviction in this moment and beyond. ഈ ഭൂമിയുമായുള്ള ഇന്ത്യയുടെ ബന്ധം
രക്തവും ബലിയർപ്പണവും കൊണ്ട് എഴുതപ്പെട്ടതാണ് എന്ന് മോദി പറയുന്നു. ഒന്നാം ലോക മഹായുദ്ധ സമയത്ത് 5000-ലധികം ഇന്ത്യൻ സൈനികർ ഈ മേഖലയിൽ ജീവൻ ബലിയർപ്പിച്ചതും നരേന്ദ്രമോദി ഓർമ്മിപ്പിക്കുന്ന പശ്ചാത്തലമുണ്ടായി. ഇസ്രായേലും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം അത് ആഴത്തിലുള്ളതാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയാണ് മോദി പാർലമെന്റിൽ നടത്തിയത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അതിന് മറുപടിയായി തൻ്റെ സഹോദരൻ എന്ന് വിശേഷിപ്പിക്കുന്നു മോദിയെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഒപ്പം ഇന്നിപ്പോൾ കൂടിക്കാഴ്ചകളുടെ മറ്റൊരു പ്രധാനപ്പെട്ട ദിവസമാണ്. ഇന്ന് നെതന്യാഹുവുമായി ഉഭയകക്ഷി ചർച്ചയുണ്ട്. പ്രതിരോധം, കാർഷിക മേഖല, വ്യാപാരമടക്കമുള്ള നിരവധി സ്ഥലങ്ങളിൽ മോദിയും നെതന്യാഹുവുമായി പ്രധാനപ്പെട്ട കരാറുകൾ ഒപ്പിടും എന്നുള്ളതാണ് നിർണായകം. ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്ന ഒരു കൂടിക്കാഴ്ച, അതും ഇറാൻ US സംഘർഷം നിൽക്കുന്ന പശ്ചാത്തലത്തിൽ. ഈ സംഘർഷത്തിൽ അമേരിക്ക പോലും ഇസ്രായേലിൻ്റെ വാക്കുകൾ കേൾക്കുന്ന പശ്ചാത്തലത്തിലാണ് മോദി അവിടെ എത്തുന്നത് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. വി വിനോദ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ശരിയാണ്. വിനോദ്, യഹൂദർ അത് ജൂത സമൂഹം ഒരിക്കലും പീഡിപ്പിക്കപ്പെടാത്ത ഒരു നാടാണ് ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ടാണ് നെതന്യാഹു ഇന്ത്യയുടെ സാഹോദര്യത്തെ പ്രകീർത്തിക്കുകയും അതിനെ അംഗീകരിക്കുകയും ചെയ്യുന്നത്. ഏറെ ചരിത്രപരമായ ഈ ഒരു സന്ദർശനം, അതിൻ്റെ പശ്ചാത്തലം പ്രധാനമാണ്. ഇപ്പോൾ പ്രധാനപ്പെട്ട കരാറുകളിലേക്ക് ഇന്ത്യ കടക്കുകയും ചെയ്യുന്നു. എന്തൊക്കെയാണ് നിർണായക തീരുമാനങ്ങളായി പ്രതീക്ഷിക്കേണ്ടത്? ലോകരാജ്യങ്ങൾ വളരെ ആകാംക്ഷയോടുകൂടി കാണുന്ന ഒരു കൂടിക്കാഴ്ചയാണ് ഇപ്പോൾ നടക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് പ്രധാനമന്ത്രി അവിടെ എത്തിയത്. ആദ്യമായി ഇസ്രായേലിൻ്റെ പാർലമെൻറ്റിനെ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യുന്ന ചരിത്ര നിമിഷത്തിനാണ് കഴിഞ്ഞ ദിവസം സാക്ഷ്യം വഹിച്ചത്. അതിൽ തന്നെ പ്രധാനമന്ത്രി പറയുന്നത്, നിങ്ങളുടെ വേദന എന്താണെന്ന് ഇന്ത്യക്ക് കൃത്യമായി അറിയാം, തീവ്രവാദത്തെ ചെറുക്കുക, ഇതിൽ കൈകോർത്ത് മുന്നോട്ട് പോവുക എന്നത് തന്നെയാണ് അവിടെ പ്രധാനമന്ത്രി ഏറ്റവും കാര്യമായി പറയുന്നത്. ഹമാസിൻ്റെ ആക്രമണത്തെയാണ്. അവിടുത്തെ 2023 ഹമാസ് നടത്തിയ കൂട്ടക്കുരുതിയെ പ്രധാനമന്ത്രി ഓർമ്മിച്ചു. അതോടൊപ്പം തന്നെയാണ് മുംബൈ ആക്രമണം കൂടി അതിനോടൊപ്പം ചേർത്ത് വെച്ച് അതിൻ്റെ ഒരു വേദന പങ്കുവയ്ക്കുന്ന നിലയിൽ അതിൽ ഏതറ്റം വരെയും തീവ്രവാദത്തെ ചെറുക്കുന്നതിന് ഇന്ത്യ ഇസ്രായേലിനോടൊപ്പം ഉണ്ടാകുമെന്ന ഉറപ്പ് അദ്ദേഹം നൽകുന്നു. ഇസ്രായേലിൻ്റെ വികാരം മനസ്സിലാക്കിയുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗം അവിടെ പാർലമെൻറ്റിൽ ഇസ്രായേലിൻ്റെ ഭരണ അംഗങ്ങൾ എണീറ്റ് നിന്ന്, ഇസ്രായേൽ പാർലമെൻറ്റിലെ മുഴുവൻ അംഗങ്ങളും എണീറ്റ് നിന്ന് കൈയടിക്കുന്ന നിലയിലേക്ക് അദ്ദേഹത്തിൻ്റെ പ്രസംഗം മാറുന്ന ഒരു കാഴ്ച. മാത്രമല്ല, ഏറ്റവും സുപ്രധാനമായ കരാറുകളിലേക്കാണ് ഇന്ത്യയും ഇസ്രായേലും പോകുന്നത്. അതിൽ തന്നെ പ്രതിരോധം, കൃഷി, സാങ്കേതിക വിദ്യ, വ്യവസായം തുടങ്ങി ഒട്ടനവധി മേഖലകളിൽ ഇന്ന് നടക്കുന്ന ഉഭയകക്ഷി ചർച്ചയിൽ തീരുമാനമുണ്ടാകും, കരാറുകളുണ്ടാകും. ഇതിൽ തന്നെ അയൺ ഡോം ഉൾപ്പെടെയുള്ള പ്രതിരോധ സാമഗ്രികൾ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിൻ്റെ യുദ്ധോപകരണങ്ങളാണ്, അത് ഇന്ത്യ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കരാറുകൾ ഉണ്ടാകും. നമുക്കറിയാം, നേരത്തെ ഹമാസിൻ്റെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടായപ്പോൾ അതെല്ലാം ചെറുത്തത് ഈ അയൺ ഡോമുകളാണ്. ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ കരുത്തായി ലോകരാജ്യങ്ങൾ വ്യാഖ്യാനിക്കുന്ന സംവിധാനമാണ്. അമേരിക്കയുടെ പിന്തുണയുണ്ട്. രഞ്ജിത്ത് പറഞ്ഞതുപോലെ തന്നെ അമേരിക്ക ഇറാൻ സംഘർഷം നിലനിൽക്കുന്നൊരു സാഹചര്യമാണ്. അങ്ങനെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം കൂടി നമുക്ക് ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട്. അമേരിക്കയ്ക്ക് പരിപൂർണ പിന്തുണയുമായി ഇസ്രായേൽ നിലനിൽക്കുന്ന സാഹചര്യം, അമേരിക്കൻ പടക്കപ്പലുകൾ ഇറാൻ്റെ തീരത്ത് തുടരുന്ന ഒരു സാഹചര്യം, അവിടെയാണ് ഇസ്രായേലിന് പരിപൂർണ പിന്തുണ നൽകിക്കൊണ്ടുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പ്രസംഗമുണ്ടായിരിക്കുന്നത് ഇസ്രായേൽ പാർലമെൻറ്റിൽ. അത് കൃത്യമായി ഇപ്പോൾ നടക്കുന്ന താരിഫുമായി ബന്ധപ്പെട്ട് അമേരിക്കയും ഇന്ത്യയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകളുണ്ട്. ഇതെല്ലാം തന്നെ ഊഷ്മളമാക്കുന്ന തരത്തിൽ ആ ഒരു ബന്ധം ദൃഢമാകുന്നു എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന നിലയിലാണ്. ഒരുപക്ഷെ നേരത്തെയൊക്കെ അങ്ങനെ ഇത്തരം വിഷയങ്ങളിൽ ഇന്ത്യ ഒരു നിഷ്പക്ഷ നിലപാട് സ്വീകരിച്ചിരുന്നത്, അല്ലെങ്കിൽ ചേരിചേരാ നയം എന്നതിൻ്റെ ഒരു പിന്തുടർച്ചയായിരുന്നെങ്കിൽ ഇപ്പോൾ കൃത്യമായി ഈ തീവ്രവാദത്തിൽ അതിനെ ചെറുക്കുക, അതിൽ ഊന്നിക്കൊണ്ട് തന്നെ രാജ്യസുരക്ഷ മുൻനിർത്തിയുള്ള ചർച്ചകളിലേക്ക് ഇരു രാജ്യങ്ങളും കടക്കുന്നു. അത് കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ്. ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന നയം അതെന്തുകൊണ്ട് BJP സർക്കാർ മാറ്റുന്നു, കേന്ദ്ര സർക്കാർ മാറ്റുന്നു എന്നതിനുള്ള മറുപടിയായി കൃത്യമായി അതിൽ നിരീക്ഷിക്കാൻ കഴിയുന്നത് രാജ്യം നേരിടുന്ന ഏറ്റവും ഒടുവിൽ പഹൽഗാമിൽ ഉൾപ്പെടെ ഉണ്ടായ തീവ്രവാദി ആക്രമണം, ഇത് ചെറുക്കുന്നതിന് കൃത്യമായി പല രാജ്യങ്ങൾ, ഈ ഭീഷണി നേരിടുന്ന രാജ്യങ്ങളുമായുള്ള സഖ്യം അനിവാര്യമാണ്. അവിടെ പ്രതിരോധ കരാറുകൾ അനിവാര്യമാണ്, യുദ്ധോപകരണങ്ങളുടെ കൈമാറ്റം അനിവാര്യമാണ്. സാങ്കേതിക വിദ്യയിലും അതോടൊപ്പം തന്നെ മറ്റ് ശാസ്ത്രപരമായ കാര്യങ്ങളുടെ അറിവ് പങ്കുവയ്ക്കലിലും ഒക്കെ തന്നെ ഈ രാജ്യങ്ങളുമായുള്ള സഖ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ ഒരു ഘട്ടത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അവിടെയാണ് ഇന്നത്തെ ഉഭയകക്ഷി ചർച്ചയുടെ പ്രാധാന്യം കൂടുതൽ വർദ്ധിക്കുന്നതും. രഞ്ജിത്ത്, തീർച്ചയായും അതാണ്. ഏതായാലും വലിയ തോതിലുള്ള മാറ്റം ഇസ്രായേൽ ഇന്ത്യ ബന്ധത്തിലുണ്ടാകുമെന്നുള്ള സൂചനകൾ തന്നെയാണ് പുറത്തുവരുന്നത്. സ്പീക്കർ ഓഫ് നെസറ്റ് പുരസ്കാരം പ്രധാനമന്ത്രിക്ക് സമ്മാനിച്ചാണ്
ഇസ്രായേൽ നരേന്ദ്രമോദിയെ ആദരിച്ചത് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം വിനോദ്, ഈ ഇസ്രായേലിലെ മോദി എത്തുമ്പോൾ ഇറാൻ അമേരിക്ക സംഘർഷം അത് രൂക്ഷമായ ഒരു സമയം കൂടിയാണ്. അവിടെ മോദിയുടെ നയതന്ത്രം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇസ്രായേൽ അതിന് അത്രത്തോളം വിലമതിക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ഇന്നും യുദ്ധഭീതി സൗദി അടക്കം പങ്കുവെക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഇസ്രായേൽ സന്ദർശനം എന്നത് പ്രധാനമാണ്. രഞ്ജിത്ത്, ഈ സേനാഭ്യാസം ഇപ്പോഴും തുടരുകയാണ്. അമേരിക്ക ഇറാന്റെ തീരത്ത് തുടരുകയാണ്. അവിടെ കൃത്യമായി അമേരിക്കൻ പടക്കപ്പലുകൾ, എബ്രഹാം ലിങ്കൺ ഉൾപ്പെടെയുള്ള കപ്പലുകൾ ഒരാഴ്ച മുൻപ് തന്നെ തമ്പടിക്കുന്നു. ഏതാണ്ട് 50ഓളം യുദ്ധ വിമാനങ്ങളെ വഹിക്കുന്ന വ്യത്യസ്തമായ കപ്പലുകൾ, അതിൻ്റെ ഒരു വ്യൂഹം തന്നെ അവിടെ തുടരുകയാണ്. കൂടുതൽ സേനാ വിന്യാസം നടക്കുന്നുണ്ട്. യൂറോപ്പിലും മിഡിൽ ഈസ്റ്റിലുമായി അമേരിക്കയുടെ നിയന്ത്രണത്തിലുള്ള യുദ്ധകേന്ദ്രങ്ങളിൽ, അങ്ങനെയുള്ള താവളങ്ങളിൽ കൂടുതൽ സൈന്യത്തെ, അമേരിക്കൻ സൈന്യത്തെ വിന്യസിച്ചുകൊണ്ട് ഒരു യുദ്ധത്തിലേക്ക് പോകാനുള്ള എല്ലാ അന്തരീക്ഷവും നിലനിൽക്കുന്നൊരു പശ്ചാത്തലമുണ്ട്. മാത്രമല്ല, ഇറാനാകട്ടെ ഇതുവരെ ചർച്ചയിൽ ഏതെങ്കിലും തരത്തിൽ അമേരിക്ക മുന്നോട്ട് വെച്ച ആവശ്യങ്ങളെ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു സമീപനം കൈക്കൊണ്ടിട്ടില്ല. പ്രത്യേകിച്ച് ഈ അണ്വായുധത്തിൻ്റെ കാര്യത്തിലാണ്. അത് ആണവ നിർവ്യാപനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്നത്. അത്തരം കാര്യങ്ങളിൽ അനുകൂലമായൊരു നിലപാട് ഇറാൻ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. മാത്രമല്ല, ഇറാൻ എടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട സ്റ്റാൻഡ്, ഒരുപക്ഷെ അമേരിക്ക ആക്രമിച്ചാൽ അമേരിക്കൻ പടക്കപ്പലുകളെ മുക്കാൻ കഴിയുന്ന ശേഷിയുള്ള ആയുധങ്ങൾ തങ്ങളുടെ കൈവശമുണ്ട്. മാത്രമല്ല, ഒരു രാജ്യത്തെ ആയിരിക്കില്ല അമേരിക്ക ആക്രമിക്കുന്നത്. മിഡിൽ ഈസ്റ്റിലെ അറബ് ലോകത്തെ പല രാജ്യങ്ങളും ഈ യുദ്ധത്തിൽ ഇറാൻ്റെ ഭാഗത്തേക്ക് വരുന്ന ഒരു നിലയുണ്ടാകുമെന്ന് ഇറാൻ പരമാധികാരി ഖമേനി കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു. അവിടെയാണ് ഈ 2 ദിവസത്തെ സന്ദർശനത്തിന് വലിയ പ്രാധാന്യം വരുന്നത്. ചൈനയുടെ ഭാഗത്ത് നിന്ന്, റഷ്യയുടെ ഭാഗത്തു നിന്നൊക്കെ, പ്രധാനപ്പെട്ട റഷ്യയുടെ ഭാഗത്തു നിന്ന് ഇറാന് വലിയ സഹായം ലഭിക്കുന്നുണ്ട്. മാത്രമല്ല, റഷ്യയും ഇറാനുമായി ചേർന്നുള്ള സംയുക്ത സൈനിക അഭ്യാസം നടക്കുന്നുണ്ട്. അങ്ങനെ അമേരിക്കയ്ക്കെതിരെ ഒരു ചേരി രൂപം കൊള്ളുമ്പോഴാണ് ഇസ്രായേലിലേക്കുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ യാത്ര. മാത്രമല്ല, അവിടെ തീവ്രവാദത്തിനെതിരെ ഒരു നിലപാടെടുക്കുമ്പോൾ അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എത്രയോ കാലങ്ങളായി നിലനിൽക്കുന്ന ഇസ്രായേൽ പലസ്തീൻ സംഘർഷം, അവിടെ ഗസയിൽ ഹമാസ് പലസ്തീനെ മറയാക്കി ഹമാസിൻ്റെ തേർവാഴ്ചയാണ് നടക്കുന്നതെന്ന ഒരു വിഭാഗം ലോകരാഷ്ട്രങ്ങളുടെ വാദം, അത് ശരിവെച്ചുകൊണ്ട് ഇന്ത്യ ഇസ്രായേലിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. അല്ലെങ്കിൽ ആ തരത്തിൽ ഇസ്രായേലിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അവിടെയാണ് ഈ പ്രതിരോധ കരാർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ പ്രസക്തമായി മാറുന്നത്. നന്ദി. ശരി, വി വിനോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും ചർച്ച തുടരുന്നു. മോദിയുടെ സന്ദർശനം ഇപ്പോഴും തുടരുന്നു. അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അതിനിടെ മറ്റൊരു പ്രധാന വിവരം പുറത്തു വരുന്നത്, അത് ഇൻസ്റ്റഗ്രാമിൽ 10 കോടി ഫോളോവേഴ്സ് എന്ന നാഴികക്കല്ല് പിന്നിടുന്ന ലോകത്തിലെ ആദ്യ ലോക നേതാവായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാറുകയാണ്. 2014 ആരംഭിച്ച മോദിയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെ ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുന്ന ഡിജിറ്റൽ ഇടങ്ങളിലൊന്നായി വളരുകയായിരുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനേക്കാൾ 4.32 കോടിയിലധികം ഫോളോവേഴ്സ് നരേന്ദ്രമോദിക്കുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബാവോ സുബിയാന്തോ 1.5 കോടി ആളുകൾ, ബ്രസീൽ പ്രസിഡന്റ് 1.44 കോടി ആളുകൾ എന്നിവരാണ് അടുത്തടുത്ത സ്ഥാനങ്ങളിൽ ഉള്ളത് എന്നതും പ്രധാനമാണ്. ഇന്ത്യയിലും മറ്റ് രാഷ്ട്രീയ നേതാക്കളെക്കാൾ വലിയ മുന്നേറ്റമാണ് നരേന്ദ്രമോദിക്കുള്ളത്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ളവരിൽ 2ാം സ്ഥാനത്ത്. 1.61 കോടി ആളുകൾ യോഗിയെ പിന്തുടരുന്നു എന്നുള്ളതാണ്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കാകട്ടെ 1.26 കോടി ആളുകളുടെ പിന്തുണ ഉണ്ട് എന്നുള്ളതാണ്. ഇവരൊക്കെയാണ് 2-3 സ്ഥാനങ്ങളിൽ. മോർണിംഗ് കൺസൾട്ട് പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം 67% റേറ്റിംഗുമായി ലോക നേതാക്കളിൽ മോദി 1ാമതാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് അങ്ങനെ ലോകത്തിലെ ഏറ്റവും അധികം ഫോളോവേഴ്സുള്ള നേതാവായി നരേന്ദ്രമോദി മാറുന്നു എന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മറ്റൊരു വാർത്തയിലേക്ക് പോകണം. നമുക്കറിയാം, ജെഫ്രി എപ്സ്റ്റീൻ ചില്ലറയൊന്നുമല്ല ലോക നേതാക്കളെ വല്ലാത്ത രീതിയിൽ അമ്പരപ്പിക്കുന്നതും പേടിപ്പെടുത്തുന്നതും. ഇപ്പോൾ ഈ എപ്സ്റ്റീൻ്റെ പാരീസിലെ ആഡംബര ഫ്ളാറ്റിൻ്റെ ചിത്രങ്ങൾ പുറത്തു വന്നു എന്ന വാർത്ത കൂടി പുറത്തുവിടുന്നുണ്ട്. സെക്സ് ടോയ്സുകളും നഗ്നരായ സ്ത്രീകളുടെ ചിത്രങ്ങളുമെല്ലാം പുറത്തു വന്നവയിലുണ്ട്. ഫ്രഞ്ച് പത്രമായ ലേ പാരിസിയനാണ് ഈ ചിത്രങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. 2001 എപ്സ്റ്റീൻ ഈ ആഡംബര ഫ്ളാറ്റ് വാങ്ങിയത്. വിവാദമായ പല ലൈംഗിക കുറ്റകൃത്യങ്ങളും ഇവിടെ വച്ചാണ് നടന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ചുവപ്പ്, പിങ്ക്, ഓറഞ്ച് നിറത്തിലുള്ള കർട്ടനുകൾ, ലൈറ്റുകൾ, ചുമർ ചിത്രങ്ങൾ എന്നിവ ഫ്ളാറ്റിൻ്റെ മുറികളിൽ കാണാം. മസാജ് ചേംബറുകളും വിവിധ സെക്സ് ടോയ്സ് നിറഞ്ഞ ഡ്രോയറുകളും ഈ ചിത്രങ്ങളുടെ പ്രത്യേകതയാണ്. കൂടാതെ മാൻകൊമ്പുകൾ, ആനക്കുട്ടി,
കഴുകൻ എന്നിവയുടെ പ്രതിമകളും ഈ മുറിയിലുണ്ട് എന്നുള്ളതാണ്. നിരവധി കുറ്റകൃത്യങ്ങൾ നടന്ന ഒരു മുറിയാണ് ഇത്. നിരവധി പ്രമുഖർ ഈ മുറിയിൽ സന്ദർശകരായിരുന്നു എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. 2019 ജെഫ്രി എപ്സ്റ്റീൻ ജയിലിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടത്. മറ്റൊരു പ്രധാന വാർത്ത, ദ വെഡ്ഡിംഗ് ഓഫ് വിരോഷ്. ഇന്നിപ്പോൾ തെന്നിന്ത്യൻ സിനിമാ ലോകം കാത്തിരുന്ന താരവിവാഹത്തിന് താരവിവാഹം നടക്കാൻ പോവുകയാണ്. 10 മണിക്കാണ് നമ്മൾ പുറത്തു വരുന്ന നമുക്ക് ലഭ്യമായ വിവരം അനുസരിച്ച് അല്പസമയത്തിനകം 10 മണിക്കാണ് മുഹൂർത്തം എന്നുള്ളതാണ്. അതിലൊന്നും വ്യക്തതയില്ല, കാരണം അതീവ രഹസ്യമായി നടക്കുന്ന വിവാഹമാണ്. ചിത്രങ്ങളൊന്നും പുറത്തു വരില്ല. മൊബൈൽ ക്യാമറകൾക്ക് അനുവാദമില്ല. CCTV ക്യാമറകളാൽ സമ്പന്നമായിരിക്കും വിവാഹവേദി. 100 പേർക്ക് മാത്രമാണ് പങ്കെടുക്കാനായി ക്ഷണക്കത്ത് അയച്ചിരിക്കുന്നത്. വിവാഹത്തിന് മുന്നോടിയായി രശ്മികയും വിജയും കുടുംബാംഗങ്ങളും ഉദയ്പൂരിൽ എത്തിക്കഴിഞ്ഞു. അല്പസമയത്തിനകം വിവാഹ മുഹൂർത്തം എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. രാജസ്ഥാനിലെ ഉദയ്പൂരിനടുത്തുള്ള പ്രശസ്തമായ ITC മെമൻറ്റോസ്. ഈ ITC മെമൻറ്റോസിനും ഏറെ പ്രത്യേകതകളുണ്ട്. അത്തരത്തിൽ വലിയൊരു റിസോർട്ടാണ് ഈ താരവിവാഹത്തിന് വേദിയാകുന്നത്. ആയിരക്കണക്കിന് അതിഥികളെ പങ്കെടുപ്പിച്ചുള്ള ആഘോഷങ്ങളായിരുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടന്നു വന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും മാത്രം പങ്കെടുക്കുന്ന തികച്ചും സ്വകാര്യമായ ഒരു ചടങ്ങാണ് ഇപ്പോൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പാർവതി സത്യദേവൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. പാർവതി, ഏറ്റവും വലിയ ആഡംബര വിവാഹങ്ങൾ മാത്രം നടക്കുന്ന ലോകത്തിലെ ഏറ്റവും വിലയേറിയ ഡെസ്റ്റിനേഷനാണ് ഈ ITC മെമൻറ്റോസ്. അവിടെ 117 മുറികളുണ്ട്. വലിയ റിസോർട്ടാണ്. അവിടെയാണ് ഈ താരവിവാഹം നടക്കുന്നത്. എന്തൊക്കെയാണ് പ്രത്യേകതകൾ? രഞ്ജിത്തെ, പ്രിയപ്പെട്ട താരജോഡികളുടെ വിവാഹ വിശേഷങ്ങൾ അറിയാനുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ. ഹൈദരാബാദിൽ വെച്ചാണ് രാജസ്ഥാനിലെ ഉദയ്പൂരിൽ വെച്ചാണ് ഇവരുടെ വിവാഹം നടക്കുന്നത്. വിജയ് ദേവരകൊണ്ട, രശ്മിക മന്ദാനയുടെ ഏറെ നാളത്തെ പ്രണയ സാഫല്യമാണ് ഇന്ന് നടക്കുന്നത്. വർഷങ്ങൾ നീണ്ടുനിന്ന ഇതാണ് ഇവരുടെ പ്രണയം. രാജസ്ഥാനിലെ ഉദയ്പൂരിലാണ് ഇവരുടെയും വിവാഹം നടക്കുന്നത്. ഉദയ്പൂരിലെ ITC മെമൻറ്റോസ് എന്ന ആഡംബര റിസോർട്ടിൽ വെച്ചാണ് വിവാഹം. തെന്നിന്ത്യൻ സിനിമാ ലോകം ഒന്നടങ്കം കാത്തിരുന്നത് കൂടിയാണ് ഇന്നത്തെ ഈ ദിവസം. അല്പസമയത്തിനകമാണ് വിവാഹം മുഹൂർത്തമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അടുത്ത സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും മാത്രമാണ് വിവാഹത്തിൽ പങ്കെടുക്കുന്നത്. ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് മാത്രമാണ് ഇന്നത്തെ ചടങ്ങിൽ പങ്കെടുക്കാൻ അവസരമുള്ളത്. സ്വകാര്യമായ ചടങ്ങായാണ് ഇത് നടത്തുന്നത്. 100ഓളം അതിഥികൾ മാത്രമാണ് ഇന്ന് നടക്കുന്ന വിവാഹത്തിൽ പങ്കെടുക്കുന്നത്. ഉദയ്പൂരിൽ നിന്നും 30 കിലോമീറ്റർ അകലെ ആരവല്ലി കുന്നുകൾക്ക് മുകളിലാണ് വിവാഹം നടക്കുന്ന ഈ റിസോർട്ട് ഉള്ളത്. രാജസ്ഥാനിലെ തന്നെ ഏറ്റവും എക്സ്പെൻസീവായ വിവാഹ ഡെസ്റ്റിനേഷനുകളിൽ ഒന്നാണ് ITC മെമൻറ്റോസ്. ഏകദേശം 117 മുറികളുള്ള റിസോർട്ട് കൂടിയാണ് ഇത്. അത്യാധുനിക സൗകര്യങ്ങളുള്ള വില്ലകളും പ്രകൃതി രമണീയമായ കാഴ്ചകളുമാണ് ഈ റിസോർട്ടിന്റെ പ്രത്യേകതയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. നേരത്തെയും സെലിബ്രിറ്റി വിവാഹങ്ങൾ ഒക്കെ ഈ റിസോർട്ടിൽ നടന്നിട്ടുണ്ട്. വിവാഹ ഫോട്ടോകൾ ചോരാതിരിക്കാൻ കർശന നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. മൊബൈൽ ക്യാമറയ്ക്ക് കർശന വിലക്കുണ്ട്. രാജ്യാന്തര സുരക്ഷാ ഏജൻസിയുടെ നേതൃത്വത്തിൽ സുരക്ഷയും കർശനമാണ്. വിരോഷ് എന്നാണ് ആരാധകർ ഇരുവരെയും ചേർത്ത് വിളിക്കുന്നത്. വിവാഹ ക്ഷണക്കത്തിലടക്കം ദ വെഡ്ഡിംഗ് ഓഫ് വിരോഷ് എന്നാണ് ഇരുവരും പേര് നൽകിയത്. കോടികൾ ചെലവിട്ടുള്ള ആർഭാട വിവാഹമായിരിക്കും വിജയ് ദേവരകൊണ്ടയുടെയും രശ്മിക മന്ദാനയുടെയും എന്നാണ് റിപ്പോർട്ടുകൾ. സമൂഹ മാധ്യമത്തിലൂടെയാണ് ഇരുവരും വിവാഹകാര്യം ആരാധകരെ അറിയിക്കുന്നത്. ഫോട്ടോകൾക്കും വീഡിയോകൾക്കും വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ ആരാധകർ. നേരത്തെ ഇരുവരും വിജയ് ദേവരകൊണ്ടയും രശ്മികയും 2 ഫോട്ടോകൾ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറിയായി ഇട്ടിരുന്നു. മൊത്തം 4 ഫോട്ടോകൾ ഇരുവരും ചേർന്ന് ഇട്ടിരുന്നു. അത് കഴിഞ്ഞ ദിവസമൊക്കെ നടന്ന ചടങ്ങുകളുടെ ഫോട്ടോയാണെന്ന് വേണം മനസ്സിലാക്കാൻ. വിവാഹത്തിന് മുന്നോടിയായി ഇരുവരുടെ കുടുംബാംഗങ്ങളും കഴിഞ്ഞ ദിവസം ഉദയ്പൂരിലെത്തിയിരുന്നു. വിമാനത്താവളത്തിലടക്കം കർശന സുരക്ഷാ വലയമാണ് ഒരുക്കിയിരുന്നത്. പൂൾ പാർട്ടിയും വെൽക്കം ഡിന്നറും മെഹന്തിയും ഹൽദി, സംഗീത് തുടങ്ങിയ ചടങ്ങുകളും ആർഭാടപൂർണ്ണമായി നടന്നുവെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഗീതാ ഗോവിന്ദം, ഡിയർ കോമ്രേഡ് എന്നീ ചിത്രങ്ങളിലൂടെ വിസ്മയിപ്പിച്ച ഈ ജോഡികൾ ജീവിതത്തിൽ ഒന്നിക്കുന്നതും ആരാധകർക്ക് വലിയ കൗതുകമാണ്. മാർച്ച് 4 ഹൈദരാബാദിൽ പ്രത്യേക റിസപ്ഷൻ നടത്തുമെന്നും റിപ്പോർട്ടുണ്ട്. നേരത്തെ പരിണിതി ചോപ്രയും രാഘവ് ചദ്ദയും വിവാഹിതരായ അതേ ഉദയ്പൂരിൽ തന്നെയാണ് ഈ താരജോഡികളുടെയും വിവാഹം. പരമ്പരാഗത ശൈലിയിലുള്ള ആചാരപ്രകാരമുള്ള വിവാഹമായിരിക്കും നടക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. വിജയ് ദേവരകൊണ്ടയുടെ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും തെലുങ്കു രീതിയിലും രശ്മികയുടെ ഭാഗത്തു നിന്ന് കൂർഗ് ശൈലിയിലും വിവാഹം നടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. നമുക്കറിയാം തെന്നിന്ത്യയിലെ കരുത്തുറ്റ താരജോഡികളാണ് വിജയ് ദേവരകൊണ്ടയും രശ്മിക മന്ദാനയും. ലക്ഷക്കണക്കിന് ആളുകൾ ആശംസ അറിയിച്ചുകൊണ്ട് സോഷ്യൽ
മീഡിയയിൽ സജീവമാണ്. ആരാധക പിന്തുണയിൽ ഒപ്പത്തിനൊപ്പമാണ് ഇരുവരും. ഏതായാലും വിവാഹ വിശേഷങ്ങൾക്കും ചിത്രങ്ങൾക്കും വീഡിയോകൾക്കുമായുള്ള കാത്തിരിപ്പിലാണ് ആരാധകരും. തീർച്ചയായും പാർവതിയാണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത്. വളരെ ഒരുപാട് പ്രമുഖ വ്യക്തികളെ ഇവർ വിവാഹത്തിനായി ക്ഷണിച്ചിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മംഗളാശംസകൾ നേർന്നിരിക്കുന്നു രശ്മികയ്ക്കും വിജയ് ദേവരക്കൊണ്ടയ്ക്കും എന്നുള്ളതാണ്. ചടങ്ങിലേക്കുള്ള ക്ഷണത്തിന് മോദി നന്ദി പറഞ്ഞു. വിജയ് ദേവരക്കൊണ്ടയുടെ മാതാപിതാക്കൾക്കാണ് അദ്ദേഹം കത്തയച്ചത്. വിജയിയുടെ മാതാപിതാക്കളായ മാധവിയെയും ഗോവർദ്ധൻ റാവു ദേവരക്കൊണ്ടയും അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള കത്തിപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലാണ്. വിവാഹത്തിൽ ക്ഷണിച്ചതിൽ സന്തോഷമുണ്ട്. സന്തോഷകരവും മംഗളകരവുമായ അവസരത്തിൽ ദേവരക്കൊണ്ട മന്ദാന കുടുംബത്തിന് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളും ആശംസകളും. വിജയുടെയും രശ്മികയുടെയും ജീവിതത്തിലെ മനോഹരമായ പുതിയ അധ്യായത്തിന് തുടക്കമാണ്. 7 ചുവടുകൾ ഒന്നിച്ചു വെക്കുമ്പോൾ ജീവിതകാലം മുഴുവൻ സുഹൃത്തുക്കളായി തീരുന്നുവെന്ന ഉദാത്ത ചിന്ത ഉൾക്കൊണ്ടുകൊണ്ട് ദമ്പതികൾ ജീവിതം തുടങ്ങട്ടെ. സ്നേഹവും അടുപ്പവും കൊണ്ട് ദൈവീകമായി എഴുതപ്പെട്ട ജീവിതത്തിലെ അധ്യായം വെള്ളിത്തിരയിൽ അവർ സൃഷ്ടിച്ച മാന്ത്രികതയെ മറികടക്കുമെന്നതിൽ സംശയമില്ല എന്നാണ് അദ്ദേഹം അഭിപ്രായമായി പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഈ കത്ത് സോഷ്യൽ മീഡിയയിൽ വലിയ വൈറലാണ്. നിരവധി ആളുകൾ ഈ കത്ത് ഷെയർ ചെയ്യുന്നുമുണ്ട്. നമുക്കിനി ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ആശങ്കകളിലേക്ക് പോകണം. ഇന്നിപ്പോൾ സിംബാബ്വേയുമായുള്ള മത്സരമാണ് വൈകിട്ട് 7 മണിക്ക്. പക്ഷേ അതിന് മുൻപ് നടക്കുന്ന വെസ്റ്റ് ഇൻഡീസ് മത്സരമുണ്ട്. വെസ്റ്റ് ഇൻഡീസ് ദക്ഷിണാഫ്രിക്ക മത്സരമുണ്ട്. അതും ഇന്ത്യക്ക് നിർണായകമാണ്. ഒരുപക്ഷെ ആ മത്സരത്തിൻ്റെ റിസൾട്ട് പോലും നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തെ ബാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും ക്രിക്കറ്റ് ആരാധകർ ഏറെ ചങ്കിടിപ്പോടെ കാത്തിരിക്കുന്ന ഇന്ത്യ സിംബാബ്വെ മത്സരം വൈകുന്നേരമാണ് നടക്കുക. നമുക്കറിയാം, ഇന്ത്യക്ക് കണക്കിലെ കളികളിലാണ് ഇന്ത്യ പ്രതീക്ഷ പുലർത്തേണ്ടത്. കളിച്ച് ജയിച്ചാൽ മാത്രം പോരാ, മറ്റു ടീമുകളുടെ പ്രകടനം കൂടി ഇന്ത്യക്ക് നിർണായകമാണ്. അതുമാത്രമല്ല, അടുത്ത 2 മത്സരങ്ങളും കഠിനമായി തന്നെ ജയിക്കണം. ഒപ്പം ദക്ഷിണാഫ്രിക്കയോട് വെസ്റ്റ് ഇൻഡീസ് തോൽക്കാനുള്ള പ്രാർത്ഥനയും ആരാധകർക്കുണ്ട് എന്നുള്ളതാണ്. സൂപ്പർ 8ലെ ആദ്യ മത്സരത്തിൽ നടുക്കുന്ന തോൽവിയായിരുന്നു ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഇപ്പോൾ സെമി ഫൈനൽ സാധ്യതകൾ തുലാസിലാണ് എന്ന കാര്യം സംശയമില്ല. കപ്പ് നേടാൻ ഏറ്റവും സാധ്യതയുള്ള ടീമെന്ന അമിത ആത്മവിശ്വാസത്തിൽ നിന്ന് നിലംപൊത്തിയ ഇന്ത്യക്ക് ഇനി സെമിയിലെത്താൻ മറ്റു ടീമുകളുടെ സഹായം കൂടി വേണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ നടന്ന മത്സരത്തിൽ പാകിസ്ഥാൻ ചില പ്രതീക്ഷകൾ മങ്ങിയതോടെ ഇന്ത്യ പാകിസ്ഥാൻ സെമി ഫൈനൽ എന്നുള്ള ആരാധകരുടെ കാത്തിരിപ്പിനും അവസാനമായ പശ്ചാത്തലമുണ്ട്. ഏതായാലും ഇന്ന് നമുക്കറിയാം, ഈ സൂപ്പർ 8ലെ ഇപ്പോൾ ഏറ്റവും അവസാന സ്ഥാനത്താണ് ഇന്ത്യ ഉള്ളത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. നെറ്റ് റൺ റേറ്റ് വളരെ കുറവാണ്. റൺ റേറ്റ് അടക്കം നേടി വലിയ വിജയം സ്വന്തമാക്കിയാൽ മാത്രമാണ് ഇന്ത്യക്ക് സെമിയിലേക്ക് കടക്കാൻ കഴിയുക. സെമിയിൽ കടക്കാൻ കഴിയാതിരുന്നാൽ അത് ഇന്ത്യക്ക് വലിയ വേദനയായി മാറും. കാരണം അത്ര മികച്ച ടീമാണ്. നമുക്കറിയാം, ഈ ടീമിൻ്റെ ഘടനയൊക്കെ വലിയ തലവേദനയാണ് ഇപ്പോൾ മാനേജ്മെൻറ്റിന്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഏതായാലും നമ്മോടൊപ്പം ഹരി ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഹരി, ഇന്ത്യ ഇപ്പോൾ 3ാം സ്ഥാനത്ത് അല്ലേ നിലവിൽ ഗ്രൂപ്പിൽ എന്നാണ് മനസ്സിലാക്കേണ്ടത്. ആദ്യ 2 ടീമുകൾക്ക് മാത്രമാണ് സെമി പ്രവേശം ലഭിക്കുക. എന്താണ് ഇന്ത്യയുടെ മുന്നിലുള്ള സാധ്യതകൾ ഇതുവരെ? വളരെ കറക്റ്റായ ചോദ്യമാണ്. കറക്റ്റായ ചോദ്യം എന്ന് പറയാൻ കാരണം, ടേബിളിൽ 3ാം സ്ഥാനത്ത് ഇന്ത്യ നിൽക്കുമ്പോൾ ആദ്യ സ്ഥാനത്ത് വെസ്റ്റ് ഇൻഡീസ് +5 നെറ്റ് റൺ റേറ്റ്, 2ാം സ്ഥാനത്ത് സൗത്ത് ആഫ്രിക്ക +3 നെറ്റ് റൺ റേറ്റ്, 3ാം സ്ഥാനത്ത് ഇന്ത്യ -3 നെറ്റ് റൺ റേറ്റ്, സിംബാബ്വെ 4ാം സ്ഥാനത്ത് -5 നെറ്റ് റൺ റേറ്റ്. ഇന്ന് നടക്കാൻ പോകുന്ന 2 കളി 3 മണിക്ക് സൗത്ത് ആഫ്രിക്ക വേഴ്സസ് വെസ്റ്റ് ഇൻഡീസ് എന്ന കളി, ഇന്ത്യൻ ആരാധകർ എല്ലാവരും സൗത്ത് ആഫ്രിക്കൻ ആരാധകരായി മാറാൻ പോകുന്ന മത്സരമായിരിക്കും അത്. കാരണം എന്ത് വന്നാലും സൗത്ത് ആഫ്രിക്ക ജയിച്ചേ മതിയാകൂ എന്നാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർ ഈ മത്സരത്തിന് വേണ്ടി കാത്തിരിക്കുന്നത്. എന്നാൽ അത് എളുപ്പമല്ല. വെസ്റ്റ് ഇൻഡീസ് ഒരു പവർ ഹൗസ് ആണ്. അവിടെ ബാറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നവരൊക്കെ ഗംഭീരമായ ബാറ്റർമാരാണ്. അത് ഇപ്പൊ ബ്രാൻഡൻ കിങ് ആയാലും തുടക്കത്തിൽ ഷായ് ഹോപ്പ് ഒരു പ്രതീക്ഷയും തരുന്നുമില്ല. എന്നാൽ 3ാമത് ഷിംറോൺ ഹെറ്റ്മയർ ആവട്ടെ, റോമൻ പവൽ ആയിക്കോട്ടെ, റുദർഫോർഡ് ആയിക്കോട്ടെ, ജേസൺ ഹോൾഡർ ആയിക്കോട്ടെ, പവർ ഹൗസ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ അത് സൗത്ത് ആഫ്രിക്കൻ ടീമിന് ബീറ്റ് ചെയ്യാൻ പറ്റുമോ, ഏഡൻ മാർക്രമിന്റെ ടീമിന് ബീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള വലിയ ചോദ്യമുണ്ട്. ഇനി അഥവാ വെസ്റ്റ് ഇൻഡീസ് ജയിച്ചാൽ ഇന്ത്യക്ക് ശക്തമായ രീതിയിൽ ഒരു വലിയ തിരിച്ചടിയാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് എല്ലാവരും സൗത്ത് ആഫ്രിക്ക ആരാധകരായി മാറുക എന്നതാണ് ഒന്നുകൂടെ പറയാനുള്ളത്. ഇനി 2ാമത് ഇനി ഇന്ത്യ സിംബാബ്വെ കളിയിലേക്ക് വരും. കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ ബാറ്റിംഗ് കോച്ചായ സുധാൻഷു കോട്ടക്ക് തന്നെ പറഞ്ഞൊരു കാര്യം, ടീമിൽ ചേഞ്ചസ് ഉണ്ടാകും. അതായത് ഗ്രൂപ്പ് ഘട്ടം കഴിഞ്ഞ് സൂപ്പർ 8ലെ ആദ്യത്തെ മത്സരം കഴിഞ്ഞിട്ട് പോലും ഇന്ത്യക്ക് ഒരു പെർഫെക്റ്റ് 11 കൊണ്ടെത്തിക്കാൻ സാധിക്കുന്നില്ല. അതാണ് ഇന്ത്യക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. ബാക്കിയുള്ള ടീമൊക്കെ തന്നെ അവരുടെ പെർമ്യൂട്ടേഷനും കോമ്പിനേഷനും ഒക്കെ ശരിയാക്കി 11 പേരെ ഇറക്കി ആ കൃത്യമായി 11 ചാർട്ട് ചെയ്യുമ്പോൾ ഇന്ത്യക്ക് ഇപ്പോഴും മാറ്റങ്ങൾ വേണ്ടി വരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം,
സഞ്ജു സാംസൺ ഇന്ന് കളിച്ചിരിക്കും എന്നുള്ളത് 100% ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. സഞ്ജു സാംസൺ ടീമിലുണ്ടാകും. അപ്പൊ സ്വാഭാവികമായിട്ട് വീഴുന്ന ചോദ്യം, നിങ്ങൾ ഈ ഓപ്പണിംഗ് കോമ്പിനേഷനെ മാറ്റുമോ, സഞ്ജുവിനെ നടുക്ക് കളിപ്പിക്കുമോ എന്നൊക്കെയാണ്. നിലവിലത്തെ സാഹചര്യ പ്രകാരം സഞ്ജു സാംസൺ ഓപ്പണിംഗ് ഇറങ്ങും. അഭിഷേക് ശർമ്മയും സഞ്ജു സാംസണും ഓപ്പണിംഗിന് ഇറങ്ങുന്നു. 3ാം സ്ഥാനത്തിരിക്കുന്ന തിലക് വർമ്മയുടെ പൊസിഷൻ മാറ്റാനുള്ള സാധ്യതകൾ ഏറുകയാണ്. 3ാം സ്ഥാനത്ത് ഇഷൻ കിഷൻ വരുന്നു. 4ാം സ്ഥാനത്ത് സൂര്യകുമാർ യാദവ് വരുന്നു. സൂര്യയുടെ പൊസിഷൻ മാറുന്നില്ല. 5ാം സ്ഥാനത്തേക്ക് വരെ തിലക് വർമ്മയെ തള്ളപ്പെടാനുള്ള സാധ്യതയുണ്ട് സഞ്ജു സാംസൺ വരികയാണെങ്കിൽ, അപ്പോ ഓപ്പണിംഗ് സ്ഥാനത്തേക്ക്. അപ്പൊ സഞ്ജു ഓപ്പണിംഗിലേക്ക് വരുന്നു എന്നത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷകരമായ വാർത്തയും കൂടിയാണ്. പക്ഷേ ഈ ഓപ്പണിംഗ് പൊസിഷൻ ഇതുവരെ തിളങ്ങാത്ത, ഒന്നുകിൽ അഭിഷേക് ശർമ്മ ഡക്കാവും, അല്ലെങ്കിൽ കഴിഞ്ഞ മത്സരത്തിൽ ഇഷാൻ കിഷൻ ഡക്കാവും എന്ന് പറയുന്ന പോലെ ഈ ഓപ്പണിംഗ് അങ്ങോട്ട് തിളങ്ങുന്നില്ല. ആകെ തിളങ്ങിയ ഒരു മത്സരം നവീപിക്കെതിരെയാണ്. ആ ഓപ്പണിംഗ് ഉണ്ടായിരുന്നത് സഞ്ജുവാണ്. അപ്പൊ അതുകൊണ്ട് സൂപ്പർ 8-ൽ ഇതുപോലൊരു നിർണായക മത്സരത്തിൽ സഞ്ജുവിനെ തിരികെ കൊണ്ടുവരാൻ പോവാണ്. അതിൽ ഓപ്പണിംഗ് പൊസിഷനിലേക്ക് തന്നെയാണ് കൊണ്ടുവരാൻ പോകുന്നത് എന്നതും എടുത്തു പറയട്ടെ. ഇനി റിങ്കുവിന്റെ കാര്യം, റിങ്കുവിന്റെ അഭാവം. റിങ്കുവിന്റെ അച്ഛന് ലിവർ ക്യാൻസറുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നാട്ടിലേക്ക് പോയിരിക്കുകയാണ്. പക്ഷെ റിങ്കു ബെഞ്ചിൽ ഇപ്പൊ ക്യാമ്പിൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഒരുപക്ഷെ ഇന്ത്യ ഒരു ഷഫിൾ എടുത്തേനെ. റിങ്കുവിനെ ബെഞ്ചിൽ എടുത്തിക്കൊണ്ട് സഞ്ജുവിനെ ചിലപ്പോൾ ഇറക്കിയേനെ. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വൈസ് ക്യാപ്റ്റൻ അക്സർ പട്ടേലും തിരികെ വരാൻ പോവുകയാണ് വാഷിംഗ്ടൺ സുന്ദറിന് പകരമായി. അങ്ങനെ ഇപ്പോഴും ഇന്ത്യ ഈ പെർഫെക്റ്റ് 11 കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിന്റെ ഇടയിൽ നിൽക്കുകയാണ് എന്നതും പറയാതിരിക്കാൻ കഴിയില്ല. ജയിക്കണമെങ്കിൽ ഒരു വലിയ റൺ റേറ്റിൽ തന്നെ ജയിക്കണം. സിംബാബ്വെ ഏകദേശം 100 റൺസ് മാർജിനിൽ പരാജയപ്പെടുത്തുക എന്നത് തന്നെയായിരിക്കും ഇന്ത്യയുടെ ലക്ഷ്യം. അതിപ്പോ സൗത്ത് ആഫ്രിക്ക ജയിച്ചാലും തോറ്റാലും. കാരണം ഇന്ത്യക്ക് അവരുടെ നെറ്റ് റൺ റേറ്റ് പോളിഷ് ചെയ്തെടുക്കേണ്ടതും ഈ അത്യാവശ്യമാണ്. രഞ്ജിത്ത് പറഞ്ഞ പോലെ തന്നെ ഈ സൂപ്പർ 8-ലെ തുടർന്നുള്ള മത്സരങ്ങളിലും സെമി ഫൈനലിലേക്ക് പോകുന്നതിന് മുമ്പ് ഇന്ത്യക്ക് കിട്ടിയ ഏറ്റവും വലിയ ശക്തമായ അടിയാണ് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയുള്ള 76 റൺസിന്റെ പരാജയം. അത് ഇന്ത്യ മറക്കണമെങ്കിൽ ഇന്ത്യക്ക് ഗംഭീരമായി തന്നെ ഈ മത്സരം ജയിക്കണം. ഇപ്പൊ സിംബാബ്വെ എടുത്തു നോക്കുകയാണെങ്കിൽ ശക്തരായ ടീമാണെന്നൊന്നും അവകാശപ്പെടുന്നില്ല. ഒരുപക്ഷെ ഓസ്ട്രേലിയയും ശ്രീലങ്കയും ഒക്കെ പരാജയപ്പെടുത്തിയ ടീമായിരിക്കും. പക്ഷെ അമിതമായ ആത്മവിശ്വാസമോ അറഗൻസോ ഒന്നുമല്ല. പക്ഷെ ഇന്ത്യക്കെതിരെ സിംബാബ്വെക്ക് ജയിക്കുക എന്ന് പറയുന്ന ഒരു ഹെർക്കൂലിയൻ ടാസ്ക് ആണ്. പക്ഷെ സിംബാബ്വെയുടെ ടീമിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ അവരുടെ പ്ലേയിങ് 11 സെറ്റ് ആണ്. ഒരു പക്ഷെ 2-3 ചേഞ്ചസ് ഒക്കെ വരാം. ഇന്ത്യ ജയിക്കണമെങ്കിൽ ഹരി അതാണല്ലോ, ഇന്ത്യ ജയിക്കണമെങ്കിൽ ആദ്യം ബാറ്റ് ചെയ്താൽ വലിയ മാർജിനിൽ അവരെ തോൽപ്പിക്കേണ്ടി വരും. തിരിച്ച് രണ്ടാമതും അങ്ങനെ തന്നെയാണ്. അതാണ് ഏറ്റവും പ്രധാനം. ജയിക്കുക എന്നത് മാത്രമല്ല, വമ്പൻ ജയം വേണം. ഈ +5.3 നെറ്റ് റൺ റേറ്റ് ഉള്ള വിൻഡീസിനെയും 3.8 നെറ്റ് റൺ റേറ്റ് ഉള്ള ദക്ഷിണാഫ്രിക്കയും മറികടക്കാൻ ഇന്ത്യ ബഹുദൂരം പിന്നിലാണ്. -3.8 ആണ് ഇന്ത്യയുടെ റൺ റേറ്റ്. കറക്റ്റായിട്ട് പറഞ്ഞു, കറക്റ്റ് കാര്യമാണ്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഇപ്പൊ ഇന്ത്യയാണ് ആദ്യം ബാറ്റിങ്ങിന് ഇറങ്ങുന്നതെങ്കിൽ 200 റൺസ് ഇന്ത്യ സ്കോർ ചെയ്യുന്ന ഒരു ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ട് നമ്മൾ കണക്കാക്കിയാൽ സിംബാബ്വെയെ ഇന്ത്യ 100 റൺസിനുള്ളിൽ തളയ്ക്കണം. അതായത് ഇന്ത്യ ജയിക്കേണ്ടത് 100 റൺസിന് മുകളിലാണ്. ഇപ്പൊ ഇന്ത്യ 220 എടുത്താൽ സിംബാബ്വെ 120-നുള്ളിൽ തളയ്ക്കണം. അതും നിസ്സാരമല്ല. 100 റൺസിന് കൂടുതൽ ജയിക്കാൻ മാത്രം ശക്തരായ എതിരാളികളല്ല സിംബാബ്വെ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. മത്സരം ഇന്ത്യക്ക് ജയിക്കാനുള്ള സാധ്യതകളുണ്ട്. പക്ഷെ ഇത്രയും മാർജിനൽ ജയിക്കാന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ നമുക്ക് കണ്ടിരുന്ന് കാണേണ്ടതാണ്. ഇനി സിംബാബ്വെ ആണ് ആദ്യം ബാറ്റിംഗിന് ഇറങ്ങുന്നത് വിചാരിച്ചോ. സിംബാബ്വെയുടെ 150 റൺസിന് ഇന്ത്യ തളച്ചാൽ അത് 11 ഓവറിൽ ഇന്ത്യ ചേസ് ഡൗൺ ചെയ്യണം. അതായത് 66 പന്തുകളുള്ളിൽ 150 റൺ ഇന്ത്യ ചേസ് ഡൗൺ ചെയ്യണം. എന്നാൽ മാത്രമേ ഈ നെറ്റ് റൺ റേറ്റ് മൈനസ് എന്നത് പ്ലസ് ആക്കാൻ പറ്റൂ. അപ്പോൾ ഇന്ത്യക്ക് മുന്നിലും ഒരു വലിയ ഹെർക്കുലിയൻ ടാസ്ക് നിൽക്കുകയാണ്. ഈ രണ്ട് സാധ്യതകൾ, ബാറ്റിംഗ് ആയാലും ബോളിംഗ്. ഇപ്പൊ ചിദംബരം സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കാൻ പോകുന്നത്. സ്ലോവർ സർഫസിലായിരിക്കാം എന്ന് വിശ്വസിക്കുന്നു. ടോസ് നേടുന്ന ടീം ചിലപ്പോൾ ബാറ്റിംഗ് എടുക്കാനുള്ള സാധ്യതകളാണ് ഉള്ളത്. ഒരു പക്ഷേ ഇന്ത്യക്ക് കുറച്ചുകൂടെ നെറ്റ് റൺ റേറ്റ് സെറ്റ് ആക്കണമെങ്കിൽ ടോസ് ജയിച്ചിട്ട് ബാറ്റിംഗ് തിരഞ്ഞെടുത്ത് നല്ല ടോട്ടലും പോസ്റ്റ് ചെയ്യുക. അത് തന്നെയായിരിക്കും ഇന്ത്യയുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. സിംബാബ്വെയിലായിക്കോട്ടെ ശക്തനായ ബ്രയൻ ബെനറ്റ് ഒക്കെ ഇപ്പോഴും ഔട്ട് ആയിട്ടില്ല. അതായത് ആ ഓപ്പണറിനെ ഇതുവരെ ഔട്ടാക്കാൻ ഒരു ടീമിനും സാധിച്ചിട്ടില്ല ബ്രയൻ ബെനറ്റിനെ. അദ്ദേഹം അങ്ങനെ ഒരു സ്റ്റൈലിൽ ക്രീസിൽ അവിടെ നിൽക്കും. അതാണ് ബ്രയൻ ബെനറ്റിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്. നേരെ മറിച്ച് ക്യാപ്റ്റനായ സിക്കന്ദർ റാസയൊക്കെ പന്തെറിയുമ്പോഴേക്കും നല്ല രീതിയിൽ റൺസ് ലീക്ക് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഇന്ത്യക്ക് മുതലാക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ സിംബാബ്വെ ടീമിനെ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾക്ക് താല്പര്യം ഇന്ത്യയെ കുറിച്ച് സംസാരിക്കാനായിരിക്കും. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രധാനപ്പെട്ട സ്ക്വാഡ് ഒരു 11 പേര് ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ ഇവരിൽ ആരൊക്കെ തിളങ്ങുന്നൊരു ചോദ്യമുണ്ട്. അഭിഷേക് ശർമ്മ 4 മത്സരത്തിൽ നിന്ന് 15 റൺ മാത്രമാണ് സമ്പാദ്യം. അപ്പൊ അഭിഷേക് തിളങ്ങേണ്ട ഒരു സാഹചര്യമുണ്ട്. സഞ്ജു ആവട്ടെ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ T20 ലോകകപ്പിൽ ഒരു മത്സരത്തിൽ നിന്ന് 22 റൺ ആണ് സഞ്ജുവിന്റെ സമ്പാദ്യം. അപ്പൊ കൂട്ടത്തിൽ ആരാ കേമൻ എന്ന് ചോദിച്ചാൽ T20 ലോകകപ്പിൽ സഞ്ജു തന്നെയാണ്. പിന്നെ ഇഷാൻ കിഷൻ കഴിഞ്ഞ മത്സരത്തിൽ തിളങ്ങിയില്ല. അതിന് മുന്നത്തെ നെതർലൻഡ്സിന്റെ മത്സരത്തിൽ 7 പന്തിൽ നിന്നും 18 റൺസാണ് ഇഷാന്റെ സമ്പാദ്യം. അപ്പൊ ഇഷാനും തിളങ്ങേണ്ട സാഹചര്യമുണ്ട്. തിലക് വർമ്മ ആവട്ടെ ഒട്ടും ഫോം കണ്ടെത്താൻ സാധിക്കുന്നില്ല. അതുപോലെ തന്നെയാണ് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും. അപ്പൊ ഈ ഒരു ടോപ്പ് ഓർഡർ തിളങ്ങേണ്ടത് വലിയ അത്യാവശ്യമാണ്. എന്നാൽ മാത്രമേ ഈ ഒരു
പെടുകൂറ്റൻ ടോട്ടലൊക്കെ ഇന്ത്യക്ക് നേടാൻ കഴിയുള്ളൂ. ഇപ്പൊ സിംബാബ്വെക്കെതിരെ 107 റൺസിനാണ് കഴിഞ്ഞ ദിവസം വെസ്റ്റ് ഇൻഡീസ് ജയിച്ചത്. ഇപ്പൊ 254 വെസ്റ്റ് ഇൻഡീസ് സ്കോർ ചെയ്തപ്പോൾ സിംബാബ്വെ 147 ഒതുങ്ങി. അപ്പൊ സിംബാബ്വെ 100 കൂടുതൽ റൺസിനെ പരാജയപ്പെടുത്തിയ കളി സിംബാബ്വെയുടെ തൊട്ട് മുന്നത്തെ മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെയുണ്ട്. അതേ രീതിയിൽ തന്നെ ഇന്ത്യ കളിച്ചാൽ മാത്രമേ ഈ പറയുന്ന പോലെ നെറ്റ് റൺ റേറ്റ് ഇന്ത്യക്ക് കിട്ടുകയുള്ളൂ. അപ്പൊ തീർച്ചയായും ഭയങ്കരമായ ടീം ഇന്ത്യയാണ്. അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കാം, ചിലപ്പോൾ തകർന്നടിയാം, എന്തും സംഭവിക്കാം. ഹരി, ഏതായാലും നന്ദി വിശകലനത്തിന്. ഹരി നേരത്തെ പറഞ്ഞ പോലെ വ്യാഴാഴ്ച ഇന്ന് സിംബാബ്വെക്കെതിരെ കളിക്കാനിറങ്ങുന്ന ഇന്ത്യൻ ടീമിൽ തീർച്ചയായും മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് ഇന്ത്യയുടെ ബാറ്റിംഗ് കോച്ച് സീതാൻഷു കോട്ടക്ക് പറഞ്ഞത്. അതേസമയം എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുകയെന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയില്ല. സഞ്ജു സാംസൺ കളിക്കും എന്ന കാര്യം ഉറപ്പായിട്ടുണ്ട്. അത് നിർണായകമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. അതായത് ഓപ്പണിംഗ് സ്ഥാനത്ത് അഭിഷേകും സഞ്ജുവും ബാറ്റ് ചെയ്യും എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. 2 ഇടംകയ്യന്മാരും 3-ാം നമ്പറിൽ ഒരു ഇടംകയ്യൻ ബാറ്ററുമുണ്ട്. ഈ ഇടംകൈയൻ ബാറ്റർമാരെ ശരിക്കും വലയ്ക്കുന്നതിൽ പല ടീമുകളും എതിർ ടീമിൽ ഓഫ് സ്പിന്നർ ഉണ്ടെങ്കിൽ അവരെ ഉപയോഗിച്ച് ഈ ബാറ്റർമാരെ വലയ്ക്കുന്നതിൽ വിജയിച്ചിട്ടുണ്ട്. അതിനുള്ള പ്രതിവിധിയായാണ് ഇപ്പോൾ സഞ്ജുവിനെ കളിപ്പിക്കുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുൻകൂട്ടി പദ്ധതികൾ വെളിപ്പെടുത്തുന്നത് ശരിയല്ല എങ്കിൽ പോലും അഭിഷേകിനൊപ്പം സഞ്ജു ബാറ്റ് ചെയ്യും എന്ന കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പിച്ച പശ്ചാത്തലം കൂടിയുണ്ട്. അപ്പോൾ ഇഷാൻ കിഷാൻ ഒരു പക്ഷേ 1 ഡൗണായി ഇറങ്ങിയേക്കാം എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നിർണായകമാണ് ഇന്ത്യക്ക്, ഒപ്പം സഞ്ജുവിനും. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് BJP വിട്ട് കോൺഗ്രസിലേക്ക് പോയ സന്ദീപ് വാര്യർക്കെതിരെ രൂക്ഷ വിമർശനവുമായി KT ജലീൽ രംഗത്ത് വരുന്ന പശ്ചാത്തലം. News 18 നൽകിയ അഭിമുഖത്തിൽ, മഞ്ജുഷ് ഗോപാൽ നൽകിയ അഭിമുഖത്തിലാണ് KT ജലീൽ ഇക്കാര്യം പറയുന്നത്. സന്ദീപ് വാര്യർ മുസ്ലിങ്ങളോട് മാപ്പ് പറയണമെന്നാണ് KT ജലീൽ ആവശ്യപ്പെടുന്നത്. BJP നേതാക്കൾ പോലും പറയാത്ത രീതിയിലാണ് മുസ്ലിങ്ങൾക്കെതിരെ സന്ദീപ് വാര്യർ സംസാരിച്ചിരുന്നത്. അതിൽ മാപ്പ് പറയാത്ത ആളെ മുസ്ലിം സമൂഹം വിശ്വസിക്കരുതെന്നും KT ജലീൽ പറയുന്നുണ്ട്. സന്ദീപ് വാര്യർ തവനൂരിൽ മത്സരിച്ചേക്കുമെന്ന വാർത്തകൾക്കിടയിലാണ് ജലീലിൻ്റെ ഈ ഒരു പ്രതികരണമെന്നത് ശ്രദ്ധേയമാണ്. തന്നെ അപകീർത്തിപ്പെടുത്തുന്നു എന്ന് ആരോപിച്ച് സന്ദീപ് നേരത്തെ KT ജലീലിനെതിരെ വക്കീൽ നോട്ടീസ് അയച്ച ഒരു സാഹചര്യം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. സന്ദീപിനോടുള്ള തന്റെ നിലപാടിൽ മാറ്റമില്ലെന്ന് KT ജലീൽ News 18 കേരളത്തിൽ നടത്തിയ അഭിമുഖത്തിൽ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അത് ലാഘവത്തോടു കൂടി നിങ്ങളതിനെ കാണരുത്. സന്ദീപ് വാര്യരുടെ മുൻപത്തെ ഓരോ സംസാരവും ഒരു BJP നേതാവ് വേറൊരു BJP നേതാവും പറയാത്ത രൂപത്തിലാണ് അദ്ദേഹം പറയുക. കാരണം അതൊക്കെ ബേസിക്കലായിട്ട് ഒരാളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. ഏത് പാർട്ടി ആയാലും നമ്മളുടെ ഉള്ളിൽ നിന്ന് ഒരു തരം വെറുപ്പും വിദ്വേഷവും വേറൊരു ജനതയെ, ഒരു മതവിഭാഗത്തെ ചുട്ടുകൊല്ലണം എന്നൊക്കെയുള്ള രീതിയിലുള്ള സംസാരം അത് ഒരാളും ചെയ്യാൻ പാടില്ല. പക്ഷേ അദ്ദേഹത്തെ ലീഗ് അംഗീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ. അല്ല, ലീഗ് അംഗീകരിക്കുന്നതോട് കൂടിയിട്ട് എല്ലാം റെഡിയായി എന്ന് ആരാ പറഞ്ഞത്? ലീഗിൻ്റെ കുഴപ്പം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ആളുകളെ ഒരു ലേശം അകൽച്ചയിൽ നിർത്തണ്ടേ. വാദത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ഇനിയിപ്പോൾ അതെല്ലാം ഉപേക്ഷിച്ചു. അദ്ദേഹം ഇന്ന് വരെ ഒരു ക്ഷമാപണം അതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ടോ? ഞാൻ ആ പ്രസ്ഥാനത്ത് നിന്ന സമയത്തെ എല്ലാം ഞാൻ ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്ന് പറഞ്ഞ പോരാ. കേരളത്തിലെ, ഇന്ത്യയിലെ മുസ്ലിം ജനവിഭാഗത്തെ സംബന്ധിച്ച് ഞാൻ അരുതാത്തത് പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും പൊറുക്കാനാവാത്തത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നോട് മുസ്ലിം സമുദായം പൊറുക്കണം, ക്ഷമിക്കണം, ഇനി എൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒന്ന് വരില്ല എന്ന് ഇന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കാണിച്ചാൽ അങ്ങനെ പറഞ്ഞാൽ സന്ദീപ് വാര്യരെ താങ്കൾ അംഗീകരിക്കുക? അല്ല, താങ്കൾ പറഞ്ഞ വാചകം മാറ്റി പറയാമെന്നാണ്. അതല്ല ഞാൻ പറയുന്നത്. അങ്ങനെ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറയണ്ടേ? ഞാൻ ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് മറ്റൊരു പ്രസ്ഥാനത്തിലാകുമ്പോൾ ഞാൻ ഇതുവരെ പറഞ്ഞതെല്ലാം പ്രസ്ഥാനത്തിൻ്റെതല്ലെങ്കിൽ ഇപ്പോൾ BJPയുടെ അഭിപ്രായമാണോ സന്ദീപ് വാര്യർ പറഞ്ഞത്? സ്വാഭാവികമായിട്ടും അങ്ങനെയായിരിക്കും. കാശ്മീരിലെ മുസ്ലിങ്ങളുടെ കഴുത്തിലേക്ക് ടയർ വലിച്ചെറിഞ്ഞ് ടയർ കുടുക്കിയിട്ട് അതുമേ തീ കൊളുത്തിയിട്ട് പാകിസ്ഥാനിൽ കോലോടിക്കണം എന്നുള്ളത് BJPയുടെ അഭിപ്രായമാണോ? അങ്ങനെ ഫേസ്ബുക്ക് പോസ്റ്റല്ലേ. അപ്പം ഇങ്ങനെയൊക്കെ എഴുതാൻ എങ്ങനെ പറ്റും ഒരു മനുഷ്യൻ? മറ്റു വാർത്തയിലേക്ക്, ക്യൂബൻ തീരത്ത് അമേരിക്കൻ രജിസ്ട്രേഷനിലുള്ള അതിവേഗ ബോട്ടുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ 4 പേർ കൊല്ലപ്പെട്ടു എന്ന വിവരം കൂടി പുറത്തുവരുന്നത്. ചൊവ്വാഴ്ച പുലർച്ചെ വില്ല ക്ലാര പ്രവിശ്യയിലെ എൽ ലിനോ ചാനലിന് സമീപമാണ് സംഭവം. ക്യൂബൻ അതിർത്തി ലംഘിച്ചെത്തിയ ബോട്ടിന് നേരെ സൈന്യം നടത്തിയ പ്രത്യാക്രമണത്തിലാണ് മരണം സ്ഥിരീകരിച്ചത്. 6 പേർക്ക് പരിക്കേറ്റതായും ക്യൂബൻ ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഫ്ലോറിഡയിൽ രജിസ്റ്റർ ചെയ്ത
FL7726 SH എന്ന നമ്പറിലുള്ള ബോട്ടാണ് തീരത്ത് നിന്ന് ഒരു നോട്ടിക്കൽ മൈൽ അകലെ സൈന്യത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. പരിശോധനയ്ക്കിടയിൽ ബോർഡർ ഗാർഡ് ട്രൂപ്പിന്റെ പട്രോളിംഗ് യൂണിറ്റ് അടുത്തേക്ക് നീങ്ങിയപ്പോൾ ബോട്ടിലുണ്ടായിരുന്നവർ വെടിയുതിർക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തുവരുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ അമേരിക്ക അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അനധികൃത കുടിയേറ്റമടക്കം സംശയിക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ക്യൂബയുടെ വിശദീകരണം തൃപ്തികരമല്ല എന്നാണ് അമേരിക്കയുടെ പ്രതികരണം. ഇതെന്തായാലും വലിയ തോതിൽ ഗൗരവമായി അമേരിക്ക കണ്ട പശ്ചാത്തലം കൂടിയുണ്ട്. മറ്റൊരു വാർത്തയിലേക്ക് പോകണം. അത് കർണാടക കോൺഗ്രസിലെ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ടാണ്. തർക്കം വീണ്ടും ഹൈക്കമാൻഡിന് മുന്നിലേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പോൾ കൂടുതൽ നേതാക്കൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവകാശവാദം ഉന്നയിക്കുന്നു എന്നുള്ള വിവരം കൂടി പുറത്തുവരുന്ന പശ്ചാത്തലമുണ്ട്. DK ശിവകുമാർ ഡൽഹിയിലെത്തുന്നുണ്ട്. ഒരുപക്ഷെ ഹൈക്കമാൻഡുമായി കൂടിക്കാഴ്ച നടന്നേക്കാം. ഇതിനിടയിലാണ് മന്ത്രിസഭയിൽ പുതുമുഖങ്ങളെ ഉൾപ്പെടുത്തണമെന്നുള്ള ഒരു വിഭാഗം MLA-മാരുടെ ആവശ്യം. ഇതിനോടും DK ശിവകുമാർ ഏതാണ്ട് താതാത്മ്യം പ്രാപിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ER രാഗേഷ് വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. രാഗേഷ്, പുതിയതല്ല അവിടുത്തെ പ്രതിസന്ധി, പ്രശ്നങ്ങൾ വഷളാവുകയാണ്, രൂക്ഷമാവുകയാണ്. ഇപ്പോൾ തർക്കം അതിര് കവിയുന്ന ലക്ഷണമാണോ? രഞ്ജിത്ത്, ഏതായാലും DK ക്യാമ്പ് നേതൃമാറ്റം വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. കാലങ്ങളായി അവർ ആ ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ബജറ്റ് സമ്മേളനം നടക്കാനിരിക്കുന്നു. അതിന് മുൻപ് തന്നെ മാറ്റം വേണമെന്ന നിലപാടിലേക്ക് ഇപ്പോൾ DK ക്യാമ്പ് പോവുകയാണ്. ഏതായാലും ഹൈക്കമാൻഡുമായുള്ള കൂടിക്കാഴ്ച DK ശിവകുമാർ ഇന്ന് നടത്തും. അതിലൊരുപക്ഷെ DK ശിവകുമാർ തൻ്റെ നിലപാട് ആവർത്തിക്കാനും സാധ്യതയുണ്ട്. കാരണം 2.5 വർഷം ശേഷം മുഖ്യമന്ത്രിയാകാമെന്ന നിലപാടാണ് നേരത്തെ ഹൈക്കമാൻഡ് DK ശിവകുമാറിന് ഉറപ്പ് നൽകിയത്. ഹൈക്കമാൻഡ് ഏതായാലും പുറമേക്ക് അത്തരം കാര്യങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ പോലും DK ക്യാമ്പ് അത് ആവർത്തിക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ഡിസംബറിൽ ഈ 2.5 വർഷ കാലാവധി കഴിഞ്ഞതാണ്. അപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരണം എന്നൊരാവശ്യമാണ് ഇപ്പോൾ DK ശിവകുമാറിനെ അനുകൂലിക്കുന്നവരും ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത്. പക്ഷേ സിദ്ധരാമയ്യ ക്യാമ്പിൻ്റെ ഭാഗത്തുനിന്നും മറുനീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസം മുൻപാണ് ഒരു ദളിത് നേതാവ് ഭാവിയിൽ കർണാടകത്തിൻ്റെ മുഖ്യമന്ത്രിയാകുമെന്ന് സിദ്ധരാമയ്യ പറഞ്ഞത്. അത് ചില നീക്കങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടാണ്. കാരണം സിദ്ധരാമയ്യയ്ക്ക് മാറേണ്ട ഒരു സാഹചര്യം അനിവാര്യമായാൽ മറ്റൊരു നേതാവിനെ, DK ശിവകുമാറിന് പകരം മറ്റൊരു നേതാവിനെ കൊണ്ടുവരിക എന്നതാണ് ഇതിലൂടെ ഏതായാലും ലക്ഷ്യമിടുന്നത്. പ്രത്യേകിച്ച് G. പരമേശ്വര മുൻ PCC അധ്യക്ഷൻ കൂടിയാണ്. അദ്ദേഹം ഇപ്പോൾ സിദ്ധരാമയ്യയുമായി ചേർന്ന് നിൽക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം തന്നെ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ പ്രതികരിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് താൻ യോഗ്യനാണെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. കാരണം 2010 മുതൽ 2018 വരെ അദ്ദേഹം PCC അധ്യക്ഷനായിരുന്നു. ഇക്കാലയളവിൽ പാർട്ടിയെ അധികാരത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇനി എന്ത് യോഗ്യതയാണ് താൻ തെളിയിക്കേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. ഇതുകൂടാതെ സതീഷ് ജാർക്കിഹോളി ബലഗാവി മേഖലയിലുള്ള പ്രധാനപ്പെട്ട നേതാവാണ്. അദ്ദേഹം സിദ്ധരാമയ്യയുമായി അടുത്ത് നിൽക്കുന്ന വ്യക്തിയാണ്, ദളിത് നേതാവാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് നേരത്തെ തന്നെ ചർച്ചകളിലേക്ക് കൊണ്ടുവന്നത് സിദ്ധരാമയ്യയുടെ മകൻ യതീന്ദ്രയാണ്. അങ്ങനെ പല പേരുകളിലേക്ക് ഇപ്പോൾ സിദ്ധരാമയ്യ ക്യാമ്പും കടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹൈക്കമാൻഡിന് ഒരു തീരുമാനമെടുക്കുക പ്രയാസമാണ്. പ്രത്യേകിച്ച് സിദ്ധരാമയ്യ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കർണാടകയിൽ OBC വിഭാഗങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ് സിദ്ധരാമയ്യ. അദ്ദേഹം അഹിന്ദ വോട്ട് ബാങ്ക് ആണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ കോൺഗ്രസിനെ അവിടെ അധികാരത്തിൽ എത്തിച്ചത്. അതായത് മുസ്ലിം, ദളിത്, OBC വോട്ടുകളെല്ലാം കൂടിച്ചേർന്നുകൊണ്ടുള്ള അഹിന്ദ വോട്ട് ബാങ്ക്, അതാണ് കർണാടകയിൽ കോൺഗ്രസിനെ വലിയ വിജയം സമ്മാനിച്ചത്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവ് സിദ്ധരാമയ്യായിരുന്നു. ഏതാണ്ട് 50% വരും ഈ വോട്ട് ബാങ്ക്. അത് ഏതായാലും പൊക്കലിക വിഭാഗത്തിലെ നേതാവായ DK ശിവകുമാറിനില്ല. മാത്രവുമല്ല, അദ്ദേഹത്തിന് നിലവിൽ നല്ല പ്രതിച്ഛായയുണ്ട്. കോൺഗ്രസിനകത്തൊരു ട്രബിൾ ഷൂട്ടർ എന്നൊക്കെ തന്നെ ഇമേജ് ഉണ്ടെങ്കിൽ പോലും ഒരു കർണാടക മുഴുവനായി വ്യാപിച്ചു കിടക്കുന്നൊരു ഇമേജ് ഇല്ല എന്നാണ് സിദ്ധരാമയ്യ ക്യാമ്പ് ഏതായാലും ഉന്നയിക്കുന്നത്. ഏതായാലും ഹൈക്കമാൻഡ് ഒരുപക്ഷെ പെട്ടെന്നൊരു തീരുമാനത്തിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കുന്നു. കർണാടകത്തോട് ചേർന്ന് കിടക്കുന്ന കേരളത്തിലും തമിഴ്നാട്ടിലും തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ നേതൃമാറ്റം എന്നൊരാവശ്യത്തിലേക്ക് പോകാനുള്ള സാധ്യത ഹൈക്കമാൻഡ് കുറവാണ്. ഏതായാലും ഒരുപക്ഷെ DK ശിവകുമാറിനെ അന്വയിപ്പിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞ ശേഷം പരിഗണിക്കാം എന്ന നിലപാടിലേക്ക് കാര്യങ്ങൾ പോയേക്കാം. ഏതായാലും സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി തുടങ്ങിയവർക്കൊക്കെ തന്നെ DK ശിവകുമാറിനോട് അനുകൂലമായ നിലപാടുണ്ട്. നിലവിൽ AICC അധ്യക്ഷനായ മല്ലികാർജ്ജുൻ ഖർഗെയുടെ നിലപാടും DK ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കാമെന്നാണ്. അതിന് മറ്റൊരു കാരണവും കൂടിയുണ്ട്. കാരണം DK ശിവകുമാർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മകൻ പ്രിയങ്ക് ഖാർഗെ ഉപമുഖ്യമന്ത്രിയാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിലവിൽ അദ്ദേഹം സിദ്ധരാമയ്യ സർക്കാരിൽ മന്ത്രിയാണ്. പക്ഷെ മറുവശം നോക്കുകയാണെങ്കിൽ രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലും നിലവിലും സിദ്ധരാമയ്യയ്ക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു തീരുമാനത്തിലേക്ക് AICC നേതൃത്വത്തിന് പോവുക എളുപ്പമായിരിക്കില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് കൂട്ടിച്ചേർക്കാൻ കഴിയുന്നത്. ഏതായാലും ഇന്ന് DK ശിവകുമാർ ഹൈക്കമാൻഡുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം എന്തായിരിക്കും പ്രതികരിക്കുക എന്നുള്ളത് നിർണായകമായ കാര്യമാണ്. അതിനിടെ തന്നെ 38 MLA-മാർ ഇപ്പോൾ കത്ത് നൽകിയിട്ടുണ്ട്. അതായത് പുതുമുഖങ്ങളെ മന്ത്രിസഭാ പുനഃസംഘടനയിൽ പരിഗണിക്കണം എന്നൊരാവശ്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ശരി.
ER രാഗേഷ് വിവരങ്ങൾ പങ്കുവച്ചു. ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളുമായി തിരിച്ചെത്താം. ഒരു നാടിൻ്റെ പേര് വെറുമൊരു അടയാളം മാത്രമല്ല, അതിൽ ആ നാടിൻ്റെ സാംസ്കാരിക പൈതൃകവും ചരിത്രപരമായ പരിണാമവും ഒരു ജനതയുടെ വൈകാരികമായ സ്വത്വവും അഗാധമായി ഇഴചേർന്ന് കിടപ്പുണ്ട്. കാലങ്ങളായി ഇംഗ്ലീഷിലും മറ്റ് ഔദ്യോഗിക രേഖകളിലും കേരള എന്ന് വിളിക്കപ്പെട്ടിരുന്ന നമ്മുടെ സംസ്ഥാനം മലയാളികളുടെ സ്വന്തം മാതൃഭാഷയായ മലയാളത്തിൽ ഉച്ചരിക്കുന്നത് പോലെ കേരളം എന്ന ഔദ്യോഗിക നാമത്തിലേക്ക് മാറാനുള്ള ഒരുക്കത്തിലാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ദീർഘനാളായുള്ള ഈ ആവശ്യത്തിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയതോടെ ഭരണഘടനാപരമായ മാറ്റങ്ങളിലേക്കുള്ള വലിയൊരു ചുവടുവെപ്പാണ് പൂർത്തിയായിരിക്കുന്നത്. ഒരു നാടിൻ്റെ സ്വത്വം അതിൻ്റെ യഥാർത്ഥ പേരിൽ തിരിച്ചറിയപ്പെടുക എന്നത് ഏതൊരു ജനതയെയും സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ കാര്യമാണ്. കൊളോണിയൽ കാലഘട്ടത്തിൻ്റെയോ മറ്റ് ഭാഷാപരമായ സ്വാധീനങ്ങളുടെയോ ഫലമായി രൂപാന്തരം പ്രാപിച്ച പേരുകളിൽ നിന്നും തനതായ പേരുകളിലേക്കുള്ള മടങ്ങിപ്പോക്ക് കേവലമൊരു അക്ഷരമാറ്റമല്ല, മറിച്ച് ചരിത്രപരമായ ഒരു തിരുത്തൽ കൂടിയാണ്. ഈ പേരുമാറ്റത്തിന് പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാദം ഭാഷാപരമാണ്. ദ്രാവിഡ ഭാഷാ കുടുംബത്തിൽപ്പെട്ട ഭാഷകളിൽ സ്ഥലപ്പേരുകളുടെയും മറ്റും അവസാനം എന്ന പ്രത്യയം ചേർക്കുന്നത് തികച്ചും സ്വാഭാവികമായ ഒരു വ്യാകരണ രീതിയാണ്. മലയാളം, തമിഴകം തുടങ്ങിയ വാക്കുകളുടെ ഘടന പരിശോധിച്ചാൽ ഇത് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഭാഷാ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ മലയാള ഭാഷയുടെ വ്യാകരണ നിയമങ്ങൾ പ്രകാരം കേരളം എന്നതാണ് പൂർണ്ണവും അർത്ഥവത്തായതുമായ രൂപം. എന്നാൽ ഇംഗ്ലീഷിലേക്കും മറ്റ് ചില ഭാഷകളിലേക്കും ഈ വാക്ക് എടുത്തപ്പോൾ അത് കേരള എന്നായി ചുരുങ്ങുകയായിരുന്നു. സംസ്കൃതത്തിലോ ദ്രാവിഡ ഭാഷകളിലോ ഉള്ള വാക്കുകൾ ഇംഗ്ലീഷിലേക്ക് മാറുമ്പോൾ അവയുടെ അവസാന കണ്ണൂരിൽ മന്ത്രി വീണ ജോർജിനെതിരായ പ്രതിഷേധത്തിൽ 5 KSU പ്രവർത്തകർ റിമാൻഡിൽ തുടരുകയാണ്. ഇതിനിടയിൽ വീണ ജോർജിനെ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവിടെ വിദഗ്ധ ചികിത്സയിലാണ്. 10 മണിയോടുകൂടി പുതിയ മെഡിക്കൽ ബുള്ളറ്റിൻ മെഡിക്കൽ ബോർഡൊക്കെ യോഗം ചേരുന്നുണ്ട്. പുതിയ ആരോഗ്യനില സംബന്ധിച്ച പുതിയ വിവരങ്ങൾ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. ഇതിനിടെ സംസ്ഥാന വ്യാപകമായി ഇന്നലെ വലിയ അക്രമ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. കോൺഗ്രസിൻ്റെ നിരവധി ഓഫീസുകൾ തകർക്കപ്പെട്ടു. VD സതീശൻ്റെ യാത്രയുമായി ബന്ധപ്പെട്ട കൊടിതോരണങ്ങൾ നശിപ്പിക്കപ്പെട്ടു, ഫ്ലക്സുകൾ നശിപ്പിക്കപ്പെട്ടു. തിരിച്ചും മുഖ്യമന്ത്രിയുടെ ഫ്ലക്സുകളിലും മറ്റും കരിയോരൊഴിക്കുന്ന പ്രവൃത്തി കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന പശ്ചാത്തലമുണ്ടായി. ഏതായാലും അസാധാരണമായ സംഭവവികാസങ്ങൾക്കാണ് ഇന്നലെ സംസ്ഥാനം സാക്ഷ്യം വഹിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് CCTV ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ അതിലൊന്നും വീണ ജോർജിനെ മർദ്ദിക്കുന്നതായി വിവരങ്ങളില്ല എന്ന സൂചനകൾ കൂടി ഇപ്പോൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോഴും തൻ്റെ ആരോഗ്യനില സംബന്ധിച്ച് വീണ ജോർജ് കഴുത്തിൻ്റെ വേദനയും മറ്റും പറയുന്നുണ്ട്. എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തത വരേണ്ട സാഹചര്യം ഉണ്ട്. KV ബൈജുവും VV അരുണും വിവരങ്ങൾ പങ്കുവെക്കുന്നു. ബൈജു, ഇതിപ്പോൾ അല്പസമയത്തിനകം മെഡിക്കൽ ബോർഡ് യോഗം ചേരുകയാണ്. മെഡിക്കൽ റിപ്പോർട്ട് അടക്കം പുറത്തു വരും. വിദഗ്ധ ചികിത്സ, കൂടുതൽ ചികിത്സയിലേക്ക് മന്ത്രിയെ എത്തിക്കണോ എന്നുള്ള കാര്യത്തിലൊക്കെ തീരുമാനമുണ്ടാവും. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? തീർച്ചയായും രഞ്ജിത്തെ, ഇതിൽ MRI സ്കാനിങ്ങിൽ നേരിയ ക്ഷതം, അതല്ലാതെ ഗുരുതരമായ ഒരു പരിക്കുകളില്ല എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഏതായാലും രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ 10 മണിയോടുകൂടി മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഇടത് കഴുത്തിനും അതുപോലെ തന്നെ ഇടത് കൈക്കും നേരിയ ക്ഷതമുണ്ട് എന്ന ഈ ഒരു റിപ്പോർട്ടാണുള്ളത്. പക്ഷേ പരിക്ക് ഗുരുതരമല്ല. എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനം 5 പേരെ, അതായത് MC അതുൽ ഉൾപ്പെടെ, KSU ജില്ലാ പ്രസിഡന്റ് MC അതുൽ ഉൾപ്പെടെ 5 പേരെ ഇപ്പോൾ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഇവർക്കെതിരെ വധശ്രമം ഉൾപ്പെടെയുള്ള ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 11 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിൽ 9 കേസ് BNS പ്രകാരവും മറ്റ് 2 കേസുകൾ റെയിൽവേ ആക്ട് പ്രകാരവുമാണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഏതായാലും രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ ഇതിൽ ഏറ്റവും നിർണായകമാവുക ഇതിൽ CCTV ദൃശ്യങ്ങളാണ്. നിലവിൽ പുറത്തു വന്ന ദൃശ്യങ്ങളിൽ എവിടെയും മന്ത്രിക്ക് നേരെ ഇത്തരത്തിലൊരു അക്രമം അല്ലെങ്കിൽ ഇത്തരം നടത്തുന്ന ഒരു ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ റെയിൽവേ സ്റ്റേഷനിൽ സ്ഥാപിച്ച CCTV ദൃശ്യങ്ങൾ അത് ഇപ്പോൾ കണ്ടെത്താൻ പോലീസ് ഇപ്പോൾ ശ്രമിക്കുകയാണ്. ഇപ്പോൾ റെയിൽവേ പോലീസാണ് ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തുന്നത്. ഇതിനായി പാലക്കാട് ഡിവിഷനിലേക്ക് ഒരു കത്ത് നൽകിയിട്ടുണ്ട്. ഈ ദൃശ്യം ആവശ്യപ്പെട്ട് പുറത്തു വന്ന ദൃശ്യങ്ങൾ, അതായത് ഒരുപാട് മൊബൈൽ ദൃശ്യങ്ങൾ വന്നിട്ടുണ്ട്, ചാനൽ ദൃശ്യങ്ങൾ വന്നിട്ടുണ്ട്. ഇതിലൊന്നും മന്ത്രിയെ നേരിട്ട് ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഇതിനിടയിൽ MB ജയരാജൻ ഇപ്പോൾ ഒരു ദൃശ്യം പുറത്തു വിട്ടിട്ടുണ്ട്. ആ ദൃശ്യത്തിൽ കറുത്ത ഡ്രസ്സിട്ട ഒരാൾ ഈ മന്ത്രിയെ ആക്രമിച്ചു എന്നാണ് പറയുന്നത്. അതിൽ MB ജയരാജൻ പറയുന്ന വാക്കുകൾ വളരെ സത്യമാണ്. ചാവേർ എന്നാണ് പറഞ്ഞത്. കോൺഗ്രസിന്റെ KSUവിന്റെ ചാവേർ ഇത്തരത്തിൽ അക്രമം നടത്തി കൊല്ലണമെന്ന ഉദ്ദേശത്തോടുകൂടി തന്നെ എത്തിയതാണ് പറയുന്നത്. പക്ഷേ അത് ആ ദൃശ്യം പരിശോധിച്ചാൽ അതൊരു
മന്ത്രിയുടെ ഗൺമാന്റെ സമീപത്ത് നിൽക്കുന്ന ഗൺമാന്റെ ദൃശ്യം പോലെയാണുള്ളത്. ഏതായാലും ഒരുപാട് സംഭവ വികാസങ്ങൾ ഇതിൽ നടക്കുന്നുണ്ടെന്ന് വേണം പറയാൻ. ഇതിൽ ഏറ്റവും നിർണായകമാവുക റെയിൽവേ സ്റ്റേഷനിലുള്ള ആ പ്ലാറ്റ്ഫോം, 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ഈ സംഭവം നടന്ന സ്ഥലത്തുള്ള ദൃശ്യം തന്നെയായിരിക്കും. ആ ദൃശ്യം ഇപ്പോൾ ശേഖരിക്കാനുള്ള ഒരു ഒരുക്കത്തിലാണ് പോലീസ് ഉള്ളത്. എന്തായാലും രഞ്ജിത്ത് സൂചിപ്പിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വലിയ തോതിലുള്ള സംഘർഷങ്ങൾ ഇന്നലെ രാത്രിയോടുകൂടി ഉണ്ടായി. കോൺഗ്രസ് ഓഫീസുകൾക്ക് നേരെ വ്യാപക ആക്രമണം ഉണ്ടായി. കൊടിയേരിയിൽ ഒരു കോൺഗ്രസ് ബൂത്ത് കമ്മിറ്റി ഓഫീസ് തീയിട്ട് നശിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. DCC ഓഫീസിന് നേരെയും കല്ലേറുണ്ടായി. ഇതിൽ DCC ഓഫീസ് ഉൾപ്പെടെ പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ ഓഫീസുകൾക്കെല്ലാം പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം കണ്ണൂർ ജില്ലയിലെ എല്ലായിടങ്ങളിലും പോലീസിനെ വലിയ തോതിൽ വിന്യസിച്ചിട്ടുണ്ട്. ഇനിയൊരു സംഘർഷത്തിലേക്ക് ഇത് നീങ്ങാതിരിക്കാൻ അതീവ ജാഗ്രതയിലാണ് പോലീസ് ഉള്ളത്. ഇതിനിടയിൽ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ മന്ത്രിയെ ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്നതിന് മുമ്പ് AKG ഹോസ്പിറ്റലിന് മുന്നിൽ യൂത്ത് ലീഗ് പ്രവർത്തകർ കരിങ്കുടി കാണിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു. ആ കേസിൽ 10 പേരെ കൂടി അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഈ വാഹനത്തിൽ ഉണ്ടായിരുന്ന ഫ്ലാഗ് പോസ്റ്റ് അത് നശിപ്പിച്ചു എന്നാണ് ഈ പരാതിയിലുള്ളത്. ഇതും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം തന്നെയായിരുന്നു കേസെടുത്തത്. ഏതായാലും ഈ മന്ത്രിയെ നേരിട്ട് ആക്രമിച്ചു എന്ന് പറയുന്ന സംഭവത്തിൽ വലിയ ആരോപണ പ്രത്യാരോപണങ്ങളാണ് കണ്ണൂർ ജില്ലയിൽ ഇന്ന് നടക്കുന്നത്. അല്പസമയത്തിനകം KPCC പ്രസിഡന്റിന്റെ വാർത്താ സമ്മേളനം ഉണ്ടാകും. ഇതിനിടയിൽ തന്നെ മെഡിക്കൽ ബുള്ളറ്റിൻ അല്പസമയത്തിനകം പുറത്തു വരും. മെഡിക്കൽ ബുള്ളറ്റിൻ അനുസരിച്ചായിരിക്കും ഇനി മന്ത്രിക്ക് എത്ര ദിവസം പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സ നൽകണം. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു 3 ദിവസത്തോളം മന്ത്രിക്ക് അവിടെ തുടരേണ്ടി വരുമെന്നാണ്. ഏതായാലും മന്ത്രിക്ക് ഗുരുതരമായ പരിക്കുകളില്ല എന്ന് തന്നെയാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. അപ്പോഴും കഴുത്തിന് ക്ഷതമേറ്റിട്ടുണ്ട്. അതെങ്ങനെയാണ് ഈ ക്ഷതമേറ്റതെന്നാണ് ഇനി കണ്ടെത്തേണ്ടത്. അത് ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ഏതായാലും KSU പ്രവർത്തകർ ഈ മന്ത്രിയുടെ അടുത്തേക്ക് എത്തിയിട്ടില്ല എന്ന ദൃശ്യങ്ങൾ പറയുന്നു. ഒപ്പം കോൺഗ്രസ് നേതാക്കളും ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. VD സതീശന്റെ പ്രസ്താവന കൂടി ഇനി വരാനുണ്ട്. വാർത്താ സമ്മേളനം അല്പസമയത്തിന് ഉണ്ടാകും. അങ്ങനെ തെരഞ്ഞെടുപ്പ് വളരെ അടുത്ത് നിൽക്കെ വലിയ തോതിൽ ഒരു രാഷ്ട്രീയ ആയുധമാക്കി ഇത് CPM മുന്നോട്ട് വെക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ, അതിനെ പൊളിക്കാൻ കൃത്യമായി കോൺഗ്രസും രംഗത്തുണ്ട് എന്നതാണ് വാസ്തവം. ഏതായാലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ കണ്ണൂർ ജില്ലയിലും അതുപോലെ തന്നെ സംസ്ഥാനത്ത് എല്ലായിടത്തും ഇത്തരത്തിലുള്ള വലിയ സുരക്ഷ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. വലിയ രാഷ്ട്രീയ വിഷയമായി ഇത് സംസ്ഥാനത്ത് മാറിയ പശ്ചാത്തലം കൂടിയുണ്ട്. നമുക്കറിയാം VD സതീശന്റെ യാത്ര നടക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഈ സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. VV അരുൺ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അരുണ്, രാഷ്ട്രീയ വിഷയമാക്കും. സ്വാഭാവികമായും നിരവധി ആരോപണങ്ങൾ സർക്കാരിനെതിരെയുണ്ട്. ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന ഡേറ്റ ചോർച്ചയടക്കം ആരോഗ്യവകുപ്പിനെതിരെയാണെങ്കിൽ അതിഗുരുതരമായ ആരോപണങ്ങളും മറ്റുമാണ്. ഇതിനിടയിലാണ് വീണ് കിട്ടിയ അവസരം പോലെ ഇടതുമുന്നണി ഇത് പ്രയോജനപ്പെടുത്തുന്നത്. അത് വരും ദിവസങ്ങളിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാമോ? അഭിലാഷ്, ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ തുടർച്ചയായ പ്രതിഷേധങ്ങൾ സംസ്ഥാനത്ത് ഉണ്ടാവുകയായിരുന്നു. അതായത് പല സംഭവങ്ങളിൽ ഏറ്റവും ഒടുവിൽ ആശുപത്രികളിലെ ചികിത്സാ പിഴവടക്കം വയറിൽ രോഗിയുടെ വയറ്റിൽ കത്രിക ശസ്ത്രക്രിയ ഉപകരണം മറന്നുവച്ചതടക്കമുള്ള വിഷയങ്ങൾ വന്നതോടുകൂടി ആരോഗ്യമന്ത്രിക്കെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ സംസ്ഥാനത്തെമ്പാടും ഉണ്ടായിരുന്നു. മന്ത്രിയുടെ വസതിയിൽ റീത്തുവച്ച സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ CPM അതിൽ അസ്വസ്ഥരായിരുന്നു. അതിനിടയിലാണ് ഇത്തരം ഒരു സംഭവം മന്ത്രിക്കെതിരെ തുടർച്ചയായ പ്രതിഷേധങ്ങൾ കണ്ണൂരിൽ ഉണ്ടാകുന്നത്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ എത്തുമ്പോൾ അത് മന്ത്രിക്ക് അടുത്തുവരെ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ എത്തി പ്രതിഷേധിക്കുകയായിരുന്നു. അവിടെ കയ്യേറ്റമുണ്ടായി എന്നാണ് CPMന്റെ ആരോപണം. മന്ത്രിക്ക് ആ സംഘർഷത്തിനിടെ പരിക്കുപറ്റി എന്നാണ് മന്ത്രിയും മുഖ്യമന്ത്രിയുടെ അടക്കം പറഞ്ഞത്. വലിയൊരു രാഷ്ട്രീയ വിഷയമായി CPM ഇതിനെ ഏറ്റെടുത്തു കഴിഞ്ഞു. കാരണം ഒരു വനിതാ മന്ത്രിയാണ്. പ്രതിഷേധക്കാർ മന്ത്രിക്കടുത്ത് പലപ്പോഴും ഇങ്ങനെ എത്തുമ്പോൾ വനിതാ പ്രവർത്തകരല്ല എത്തുന്നത്. മന്ത്രിയെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചുവെന്ന് മാത്രമല്ല കയ്യേറ്റം ചെയ്തു എന്ന് തന്നെയാണ് CPMന്റെ ആരോപണം. അതിനെ ശരിവെക്കുന്ന തെളിവുകൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്നത് കൂടി വസ്തുതയാണ്. കാരണം മന്ത്രിക്കടുത്ത് ഈ പ്രവർത്തകർ എത്തുന്നു, പക്ഷേ മന്ത്രിയുടെ ശരീരത്തിലോ തൊടുന്നതോ അല്ലെങ്കിൽ അവരെ ആക്രമിക്കാൻ ശ്രമിക്കുന്നതൊന്നും ഇതുവരെ ദൃശ്യങ്ങളിലൂടെ തെളിയിക്കാൻ സർക്കാരിനോ CPMനോ കഴിഞ്ഞിട്ടില്ല. പക്ഷെ CPM ഇപ്പോഴും ആക്രമണം നടന്നു എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അതിന്റെ പേരിലാണ് കടുത്ത രാഷ്ട്രീയ പ്രതിഷേധം പലയിടങ്ങളിലും ഉണ്ടാകുന്നത്. അതൊരു സംഘർഷാത്മകമായ അന്തരീക്ഷത്തിലേക്ക് തെരഞ്ഞെടുപ്പ് തൊട്ടുമ്പോൾ മാറുന്നു എന്നതും വസ്തുതയാണ്. സംസ്ഥാനത്ത് പലയിടത്തും ഇന്നലെ KPC ആസ്ഥാനത്തടക്കം വലിയ സുരക്ഷ ഒരുക്കിയിരുന്നു. KPC ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്താൻ SFI തീരുമാനിച്ചു. CPM നേതൃത്വം ഇടപെട്ട് അതിന് അനുമതി നിഷേധിച്ചു. അതിനുശേഷം കന്റോൺമെന്റ് ഹൌസിലേക്ക്, പ്രതിപക്ഷ ഔദ്യോഗിക ഹൌസിലേക്ക് മാർച്ച് നടത്താൻ DYFIയുടെ ആഹ്വാനമുണ്ടായി. അതും CPM തടഞ്ഞു. തെരഞ്ഞെടുപ്പ് കാലത്ത് അത്തരം സമരങ്ങളിലേക്ക് പോകുന്നത് ശരിയല്ല എന്നൊരു നിലപാട് CPM സ്വീകരിക്കുമ്പോൾ മറ്റു പല
സംസ്ഥാനത്തെ പല ഭാഗങ്ങളിലും കോൺഗ്രസ് ഓഫീസുകൾക്ക് നേരെ പ്രതിഷേധമുണ്ടായി. തിരുവനന്തപുരത്ത് പ്രതിപക്ഷ നേതാവിന്റെ പദയാത്രയ്ക്ക് സ്വീകരണം നൽകാനുള്ള ഓഫീസിന് മുന്നിൽ ഫ്ലക്സ് ബോർഡുകൾ തകർത്തു. അതിന് പ്രതികാരമായി കോൺഗ്രസ് പ്രവർത്തകർ സർക്കാരിന്റെ വലിയ പരസ്യങ്ങൾ എല്ലാ KSRTC ബസ്സുകളിലുമുണ്ട്. ആ ബസ്സുകൾ തടഞ്ഞു നിർത്തി അതിൽ കരിയോയിൽ സ്പ്രേ ചെയ്ത മുഖ്യമന്ത്രിയുടെ മുഖത്ത് കരിയോയിൽ സ്പ്രേ ചെയ്തുള്ള പ്രതിഷേധവും അതുപോലെ തന്നെ CPM-ന്റെ ഫ്ലക്സ് ബോർഡ് അടിച്ചു തകർക്കുന്ന സംഭവങ്ങളും ഒക്കെ പലയിടത്തും ഉണ്ടായ ഒരു ക്രമസമാധാന തകർച്ചയിലേക്ക് കാര്യങ്ങൾ പോകുന്ന തരത്തിലേക്കാണ് ഈ വിഷയങ്ങൾ മാറുന്നത്. പാർട്ടി ഓഫീസുകൾക്ക് വരെ ആക്രമണം പാടില്ല എന്ന് ഇരു പാർട്ടികളും പലപ്പോഴും ഒരു ധാരണ എത്തിയിട്ടുള്ളത്. പക്ഷേ ഇവിടെ അതും ലംഘിക്കപ്പെടുന്നു. വീണ ജോർജിനെ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്നു, വളഞ്ഞിട്ട് ആക്രമിക്കുന്നു എന്ന ഒരു വിമർശനം നേരത്തെ തന്നെ CPM ഇടതുമുന്നണി കേന്ദ്രങ്ങൾ ഉള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ അവർക്കെതിരെ ആക്രമണത്തിന്റെ വാർത്ത പുറത്തു വന്നപ്പോൾ ഏതാണ്ട് എല്ലാ മന്ത്രിമാരും വാർത്താക്കുറിപ്പുകളുടെയും വാർത്താ സമ്മേളനങ്ങളുടെയും ശക്തമായ പ്രതിഷേധം അറിയിച്ചത്. ഘടകകക്ഷികളും അതേ നിലപാട് സ്വീകരിച്ചു. CPI അടക്കമുള്ള ഘടകകക്ഷി അങ്ങനെ വലിയൊരു രാഷ്ട്രീയ വിഷയമായി ഇതിപ്പോൾ നിൽക്കുകയാണ്. ഇതിന്റെ വസ്തുത ഇനിയും പുറത്തുവരേണ്ടിയിരിക്കുന്നു. മന്ത്രിയുടെ ശരീരത്തിൽ ഈ പ്രതിഷേധക്കാർ സ്പർശിച്ചിട്ടുണ്ടോ, അവിടെ അവരെ കഴുത്ത് FIR പറയുന്നത് പോലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. ശരി, VV അരുൺ വിവരങ്ങൾ പങ്കുവച്ചു. മന്ത്രി വീണ ജോർജിനെതിരെ നടക്കുന്നത് ഗുണ്ടായിസം എന്നാണ് MV ഗോവിന്ദന്റെ CPM സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം. മന്ത്രി ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ വ്യക്തമാണ് എന്നും CPM സംസ്ഥാന സെക്രട്ടറി പറയുന്നുണ്ട്. ബോധപൂർവമായ ആക്രമണമാണ് നടന്നത്. നുണ പറയാനാണ് സതീശൻ യാത്ര നടത്തുന്നതെന്നും MV ഗോവിന്ദൻ ആരോപിച്ചു. വിഭാഗം തന്നെയാണ് കണ്ണൂരിലെ ഔദ്യോഗിക പരിപാടി കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ 3:15 ഇന്നലെ കടന്നാക്രമിക്കുന്നത്. ഒളിഞ്ഞിരുന്നിട്ടാണ്. അവിടെ ഒരു പരിപാടിയില്ല. റെയിൽവേ സ്റ്റേഷനിൽ വേറൊരു പരിപാടിയില്ലല്ലോ. റെയിൽവേ സ്റ്റേഷനിൽ തിരിച്ചു പോകുന്ന ഒരു പരിപാടി മാത്രമേ ഉള്ളൂ. വേറെ ഒരു കാര്യമില്ല. അവിടെ ആക്രമിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനം നടത്തി എന്നുള്ളതാണ്. അങ്ങനെ ബോധപൂർവം കടന്നാക്രമണം നടത്തുകയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് പകൽ വെളിച്ചം പോലെ. അപ്പോൾ നുണ പറഞ്ഞ് രക്ഷപ്പെടാമെന്നാണ് ഇപ്പോൾ UDF തീരുമാനിച്ചിരിക്കുന്നത്. UDF എല്ലാ സന്ദർഭത്തിലും നുണയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഗീബൽസൺ സിദ്ധാന്തത്തിന്റെ അനുയായികളായിട്ട് VD സതീശനാണ് കേരളത്തിൽ ഇപ്പോഴും 1ാം സ്ഥാനത്ത് നിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ ജാഥ മുഴുവൻ നുണ പറയാനാണ്. ഒരു സംശയവും വേണ്ട. അല്ല, അവർക്ക് പ്രതിഷേധിക്കാൻ അവകാശമുണ്ടല്ലോ. പ്രതിഷേധിക്കേണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾ പ്രതിഷേധിച്ചില്ലേ? അവരും പ്രതിഷേധിക്കുന്നത് ഇപ്പം ജനാധിപത്യ സമൂഹത്തിൽ, ഞാൻ പറഞ്ഞു തീർക്കട്ടെ, ജനാധിപത്യ സമൂഹത്തിൽ പ്രതിഷേധിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉള്ളതാണ്. പക്ഷേ ഇന്നേ വരെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു വനിതാ മന്ത്രിയെ കയ്യേറ്റം ചെയ്ത് കടന്നാക്രമിച്ച് കൊല്ലാൻ ശ്രമിക്കുക എന്നുള്ളത് അപൂർവ സംഭവമാണ്. അങ്ങനെ സംഭവമേയില്ല ഇവിടെ. മറ്റു വാർത്തയിലേക്ക് പോകണം. കേരള സ്റ്റോറി 2വിന്റെ പ്രദർശനവുമായി ബന്ധപ്പെട്ട കേസിൽ ഹൈക്കോടതിയിൽ ഇന്നും വാദം തുടരും. കേരളത്തെ മോശമായി ചിത്രീകരിക്കുന്നതാണ് സിനിമയെന്നാണ് ഹർജിക്കാരുടെ വാദം. ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. ആജ്ഞ രവീന്ദ്രനുണ്ട്. ആജ്ഞ, നേരത്തെ കോടതി സിനിമ കാണും എന്നുള്ള സൂചനകളൊക്കെ പുറത്തു വന്നിരുന്നു. തൽക്കാലം അതില്ല എന്ന് മനസ്സിലാകുന്നു. മറ്റെന്തൊക്കെ വിഷയങ്ങളിലേക്കാണ് കോടതി കടക്കുക? രഞ്ജിത്ത്, ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട തുടർവാദമാണ് നടക്കുന്നത്. കേരള സ്റ്റോറിയുടെ പ്രദർശനവുമായി ബന്ധപ്പെട്ടുള്ള വാദത്തിൽ അതിൽ ഹർജിക്കാർ നൽകിയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വീണ്ടും പരിശോധിക്കണമെന്ന് തന്നെയാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം ഒരു മതത്തെയും ബാധിക്കുന്ന കാര്യങ്ങൾ സിനിമയിലില്ല എന്ന് നിർമ്മാതാക്കൾ കഴിഞ്ഞ ദിവസം കോടതി വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഒരു ട്രൂ സ്റ്റോറി, ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറി എന്നാണ് ഈ സിനിമയുടെ ടാഗ്ലൈൻ തന്നെ. അത് അത്തരത്തിൽ വരുന്ന സാഹചര്യത്തിൽ ഡൽഹിയിൽ വാർത്താ സമ്മേളനം നടത്തുന്ന സാഹചര്യത്തിൽ 30 സ്ത്രീകളെയോളം ഈ കേരള സ്റ്റോറിയുടെ കഥയ്ക്ക് കാരണക്കാരായിട്ടുള്ള, അല്ലെങ്കിൽ കഥ ഇവരുടെ ജീവിതത്തിൽ നിന്നുമാണ് പകർത്തിയത് എന്ന് പറഞ്ഞ് സിനിമയുടെ നിർമ്മാതാക്കളും സംവിധായകരും അണിയറ പ്രവർത്തകർ അവതരിപ്പിച്ച 30 സ്ത്രീകളും മലയാളികളായിരുന്നില്ല എന്നുള്ള പ്രധാനപ്പെട്ട പ്രശ്നവും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കേരളത്തിൽ നിന്നുള്ള ഒരു സ്ത്രീ, അതായത് ലവ് ജിഹാദിന്റെ പേരിൽ മുൻനിർത്തിയ സ്ത്രീകളൊന്നും മലയാളികളായിരുന്നില്ല എന്നുള്ള പ്രശ്നവും. കേരളം മതസൗഹാർദ്ദത്തിന്റെ ഇടമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾക്ക് ഇടപെടൽ നടത്തേണ്ടി വരുമെന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. സിനിമ ഒരുപക്ഷേ കലാകാരന്റെ സൃഷ്ടിയാണ്, അതിൽ ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്. അത്തരം കാര്യങ്ങളിൽ ഹൈക്കോടതി ഇടപെടാറില്ല, കോടതി ഇടപെടൽ നടത്താറില്ല. അതേസമയം കേരളത്തിന്റെ മതസൗഹാർദ്ദത്തെ ബാധിക്കുന്ന പ്രശ്നമുണ്ട് എന്നുള്ള ഹർജിക്കാരുടെ ഹർജിയിൽ പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങൾക്ക് കഴമ്പുണ്ട്. അത് പരിശോധിക്കും. അതുണ്ടെങ്കിൽ അതിന് വേണ്ട നടപടികൾ കൈക്കൊള്ളുമെന്ന് തന്നെയാണ് ഹൈക്കോടതിയെ കഴിഞ്ഞ ദിവസവും പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ വ്യക്തത വരണം. തുടർവാദം ഇന്നുമുണ്ടാകും. കഴിഞ്ഞ ദിവസം കോടതിക്ക് ഇത് സിനിമ കാണണം എന്നുള്ള ഒരു നിർദ്ദേശം വെച്ചിരുന്നത്, എന്നാൽ അത് ഉണ്ടാകില്ല എന്നുള്ള
സന്ദേശമാണ് നമുക്ക് ലഭിക്കുന്നത്. അതേസമയം തന്നെ കോടതി കഴിഞ്ഞ ദിവസം മതസൗഹാർദ്ദത്തിന്റെ നാടാണ് കേരളമെന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട്. ഹാലിലെ ചില രംഗങ്ങൾ, ചില പരാമർശങ്ങൾ മൂലം, അതായത് സംഘം കാവലുണ്ട്, രാഖി തുടങ്ങിയ ചില പരാമർശങ്ങൾ മൂലം ഹാലിലെ ചില രംഗങ്ങൾ കട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അത് കേരള സ്റ്റോറിക്ക് ബാധകമാണ് എന്ന് തന്നെ കോടതി പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. 9:45 കേസ് എടുക്കുമെന്നായിരുന്നു കോടതി നേരത്തെ പറഞ്ഞിരുന്നത്. എന്തായാലും നിലവിൽ ഇതുവരെ കേസ് പരിഗണിച്ചിട്ടില്ല. എന്തായാലും അല്പം അധികം താമസിയാതെ തന്നെ ഈ കേസ് പരിഗണിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ശരി, ആജ്ഞാ രവീന്ദ്രൻ വിവരങ്ങൾ പങ്കുവച്ചു. ഏതായാലും നിരവധി സമഗ്രമായ വാർത്തകളുള്ള ഒരു ദിവസം തന്നെയാണ് ഇന്ന്. ആ വാർത്തകൾക്കായി കാത്തിരിക്കുക ന്യൂസ് 18-നൊപ്പം. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.